നമസ്കാരം. മാർക്ക് ഫെല്ലറോട് കാങ് യൂൻസി തുടർന്ന് ഹെവൻലി ബിറൂൽ കേവിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. മാർക്ക്, നമ്മുടെ ഈ സെയിൻലി കിങ്ഡത്തിലെ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കേന്ദ്രമാണ് ഈ ഹെവൻലി ബിറൂൽ കേവ്. അവിടുത്തെ പ്രത്യേകത ഒരു ശക്തിയും അവിടെ വർക്കാവില്ല എന്നുള്ളതാണ്. ശരിക്കും പാത്തോ ഹെവൻ പോലും അവിടെ പരാജയപ്പെട്ടു പോകും. പാത്തോ ഹെവൻ ബാക്കി എല്ലാ സ്ഥലത്തും അവരുടേതായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ മാത്രം പാത്തോ ഹെവന്റെ ആ നിയന്ത്രണം വർക്കാവില്ല. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവാണ്. ഏത് സ്ഥലത്തും നിയന്ത്രണം കൊണ്ടുവരാൻ പാത്തോ ഹെവന് പറ്റും. പാത്തോ ഹെവന് വേണ്ടി ആ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഗാർഡിയനുകൾ അത് ശരിക്കും ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആളുകളുമാണ്. മാർക്ക് അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പാത്തോ ഹെവൻ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷനെ മറികടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ സമയത്ത് പാത്തോ ഹെവന്റെ ആളുകൾ ഇടപെടുകയും ചെയ്യും. എല്ലാ സ്ഥലത്തും നിയന്ത്രണങ്ങൾ പാത്തോ ഹെവൻ വെച്ചിരിക്കുന്നത് ശക്തർ അശക്തരെ പൂർണ്ണമായും തുടച്ചു നീക്കാതിരിക്കാൻ വേണ്ടിയാണ്. മാർക്കിന് ഇപ്പോൾ അതിൻ്റെ ആ തിയറി അറിയാം. ഇവിടെ പക്ഷേ പാത്തോ ഹെവന് പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ലെന്നാണ് കാങ് മാർക്കിനോട് പറഞ്ഞത്. അത് മാർക്കിനെ തെല്ലെന്നുപോലെ അതിശയപ്പെടുത്തിയത്. മാർക്ക് കാങ്ങിനോട് ചോദിച്ചു, ഓൾമോസ്റ്റ് അതെന്താ അങ്ങനെ? മാർക്ക്, അതങ്ങനെയാണ്. ഈ ബിറൂൽ കേവിന് ചുറ്റുമായി ഒരു വൻ ഏരിയ ഉണ്ട്. ആ ഏരിയ മിക്കവാറും എല്ലായ്പ്പോഴും ഒരു ശാന്തമായ അന്തരീക്ഷത്തിലാവും. ആ അന്തരീക്ഷത്തിൽ നമുക്ക് ഒന്നും കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ പറ്റില്ല. അത്ര ശൂന്യമാണ് അവിടെ. പക്ഷേ ചില സമയത്ത് അവിടെ കറുത്ത മേഘങ്ങൾ ഉണ്ടാവും. ആ കേവിന് മുകൾ ഭാഗത്തായി ആ മേഘങ്ങൾ പതുക്കെ പതുക്കെ വന്നു തുടങ്ങുമ്പോൾ ആളുകളും അങ്ങോട്ടേക്ക് ചെല്ലും. ആ മേഘങ്ങൾ ആ കേവിന് മുകളിലേക്ക് വന്ന് അങ്ങനെ നിറയുമ്പോൾ സാവധാനം ആ കേവിരിക്കുന്ന എൻറ്റയർ മേഖലയും ഒരു കറുത്ത മൂടൽ മഞ്ഞിനാൽ മൂടപ്പെടും. അതിനുശേഷമാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുക. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആ കേവ് പുറത്തേക്ക് വിടുന്ന ഒരു പവറാണ്. ആ പവറിനെ എല്ലാവരും വിളിക്കുക പൗരാണികരുടെ ശക്തി എന്നാണ്. ആ പൗരാണികരുടെ ശക്തി നമുക്ക് വിസിബിൾ ആകും. അതും ചില ആളുകളുടെ രൂപത്തിൽ. ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളല്ല, ശരിക്കും സോംബികളാണ്. മരിച്ചിട്ടും മരിക്കാത്തവരെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ആളുകൾ. ആ സോംബികളെ നമ്മൾ വിളിക്കുന്നത് ജനറൽ എന്ന പേരിട്ടാണ്. അതിശക്തരാണ് ഈ ജനറൽമാർ. ആ ജനറൽമാരെ പരാജയപ്പെടുത്തി അവരെ കൊന്ന് അവരുടെ കൈവശമുള്ള രണ്ട് വസ്തുക്കൾ സംഘടിപ്പിക്കാനാണ് ഈ ലോകം മുഴുവൻ അങ്ങോട്ടേക്ക് തിരിക്കുന്നത്. അതിശക്തരായ സെയിന്റുകൾ ഉൾപ്പെടെ ഈ മേഘങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബിറൂൽ കേവിന്റെ അടുത്തേക്ക് വരുമെന്നും കാങ് മാർക്കിനോട് പറഞ്ഞു. അവരുടെ ലക്ഷ്യം ആ അതിശക്തമായ രണ്ട് ടൂളുകളാണ്. മാർക്ക്, ആ ജനറൽമാരുടെ കൈവശമുള്ളത് അബ്സല്യൂട്ട് ബിഗിനിങ് സീക്രട്ട് സ്റ്റോണാണ്. മറ്റൊന്ന് ഗോഡ് സോഴ്സാണ്. അബ്സല്യൂട്ട് ബിഗിനിങ് സീക്രട്ട് സ്റ്റോൺ എന്ന് കേട്ടപ്പോൾ മാർക്കിന് വല്ലാത്ത അതിശയം. മാർക്ക് ആദ്യമായി സ്വയത്തമാക്കിയ ഒരു മാജിക് സ്പെല്ലെന്ന് പറയുന്നത് അബ്സല്യൂട്ട് ബിഗിനിങ് സീക്രട്ട് ഫിസ്റ്റാണ്. ശരിക്കും അത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അതിന്റെ ഫലമായി ശരീരത്തിലുണ്ടാകുന്ന ഊർജ്ജത്തെ ഒരു കൈയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ടെക്നിക്കാണ്. മാർക്കിന്റെ ഇന്റേണൽ എനർജി ആ കൈയിലൂടെ പുറത്തേക്ക് വരും. അത് ആദ്യമായി മാർക്ക് ചെയ്തപ്പോൾ മാർക്കിന് തന്നെ വല്ലാത്ത അതിശയമാണ് തോന്നിയത്. പിന്നീട് മാർക്ക് അതിന്റെ അടുത്ത വെർഷൻസ് ഒക്കെ ഒരുപാട് പഠിച്ചു. മാർക്ക് അതിൽ ഒരുപാട് മെടുക്കരുമായി. ഇതാ മാർക്ക് പുതിയൊരു ലോകത്ത് അതേ പേരിൽ മറ്റൊരു കാര്യം കേൾക്കുകയാണ്. സേക്രട്ട് ഫിസ്റ്റിന് പകരം ഇവിടെ സേക്രട്ട് സ്റ്റോൺ ആണെന്നേ ഉള്ളൂ, ഒരു കല്ല്. മാർക്ക് കൗതുകത്തോടെ കാങ് പറയുന്ന കേൾക്കുമ്പോൾ കാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രട്ട് സ്റ്റോണും അതുപോലെ ആ ഗോഡ് സോഴ്സും യഥാർത്ഥത്തിൽ രണ്ട് കല്ലുകളാണ്, രണ്ട് ഊർജ സോഴ്സുകളാണ്. ഗോഡ് സോഴ്സിന്റെ കളർ ഒരു റെയിൻബോ നിറത്തിലാണ്. മഴവില്ലിന്റെ നിറമുള്ള ആ കല്ല് അതാണ് ആളുകളെ അവിടേക്ക് ആകർഷിക്കുന്നത്. അതുപോലെ അബ്സല്യൂട്ട് ബിഗിനിങ് സീക്രട്ട് സ്റ്റോണും. മാർക്ക്, ഈ സീക്രട്ട് സ്റ്റോണിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കും, ബോഡിയുടെ. അതേസമയത്ത് ഈ ഗോഡ് സോഴ്സ് എന്ന് പറയുന്ന ആ മഴവിൽ കല്ലുണ്ടല്ലോ, അത് നമ്മുടെ സോളിനെ ശക്തിപ്പെടുത്തും. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ബോഡിയും സെൻസും പിന്നെ സോളുമാണ്. അപ്പോൾ ബോഡിയും സോളിനെയും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന രണ്ട് ഊർജ സോഴ്സുകളാണ് അവിടെ ആ ജനറൽമാരിൽ നിന്ന് കിട്ടുക. ആ കേവ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ആ കേവുമായി ബന്ധിപ്പിച്ചുണ്ടാകുന്ന ശക്തിയെ പൗരാണികരുടെ ശക്തി എന്ന് വിളിക്കുന്നത്. ആ ശക്തിയിൽ നിന്നാണ് ശരിക്കും ആ ഊർജ സോഴ്സുകൾ ഉണ്ടാകുന്നത്. ആ ഊർജ സോഴ്സുകൾ അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആളുകൾ ചെല്ലുന്നത്. കേട്ടപ്പോൾ മാർക്കിന് വല്ലാത്ത ആവേശം. മാർക്ക് പുഞ്ചിരിയോടെ കാങ്ങിനോട് ചോദിച്ചു, ഓൾമോസ്റ്റ് അത് ശരിക്കും നമുക്ക് ഗുണകരമല്ലേ? മാർക്ക്, ഗുണകരമാണ്, പക്ഷേ അതിലൊരു വിഷയമുണ്ട്. ഓൾമോസ്റ്റ് എന്താ വിഷയം? മാർക്ക്, നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ
നമ്മളൊരു സെയിം ലെവലുകാരനാണെങ്കിൽ നമ്മുടെ പവർ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് താഴും. താഴേക്ക് താഴുമെന്ന് പറഞ്ഞാൽ ഹോളി കോൺഷ്യസിലുള്ള ഒരാളുടെ ശക്തി ഡാവോ കോൺഷ്യസിലേക്ക് മാറും. ഡാവോ കോൺഷ്യസിലെ പീക്ക് ലെവലിലുള്ള ഒരാളുടെ ശക്തി 9 ലെവലിന് താഴേക്ക് മാറും. വൻ ചേഞ്ചാണ് ഉണ്ടാകുക. മാർക്ക് ഇപ്പോൾ ഡാവോ കോൺഷ്യസിലെ 15th ലെവലിലാണ്. ഇത് കഴിഞ്ഞാൽ മാർക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഹോളി കോൺഷ്യസിലേക്കാണ്. ഹോളി കോൺഷ്യസ് ലെവലിൽ ശക്തരാകുന്ന ആളാണ് സെയിൻ്റായി മാറുക. ആ സെയിൻ്റ് പവറുള്ള ഒരാൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഏരിയയിലേക്ക് കടന്നാൽ ആ നിമിഷം അയാളുടെ ശക്തി വൻതോതിൽ റെഡ്യൂസ് ചെയ്യപ്പെടുമെന്നാണ് കാങ് മാർക്കോട് പറഞ്ഞത്. മാർക്ക് ആ റിഡക്ഷൻ കപ്പാസിറ്റിയാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത്. നമ്മുടെ ശക്തി ശരിക്കും ഉള്ളിയുടെ തോല് പൊളിച്ച് കളയും പോലെ അവിടെ അങ്ങ് പൊളിച്ച് മാറ്റിക്കളയും. ശരിക്കും നമ്മൾ ആർജിച്ച മുഴുവൻ ശക്തിയും അങ്ങ് നഷ്ടമാകുമ്പോൾ ആ ഊർജ്ജ സോഴ്സുകൾ വീണ്ടെടുക്കാൻ പറ്റാതെ നമ്മൾ ചിലപ്പോൾ അവിടെ പെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശക്തർ മാത്രമേ അവിടേക്ക് പോകാറുള്ളൂ. മാർക്കിനകത്തും ഒരു പുതിയ അറിവാണ്. ഒരുപാട് ഊർജ്ജ സോഴ്സ് കിട്ടുന്ന സ്ഥലത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാ മേഖലയിൽ നിന്ന് ആളുകൾ ചെല്ലേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ആ ഹെവൻ ബ്യൂറിയൽ കേവിലേക്ക് ആളുകൾ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഓൾഡ് മാസ്റ്റർ കാങ് മാർക്കിനോട് പറഞ്ഞത്. അവിടെ ചെന്നാൽ ഉള്ള ശക്തി കൂടി റെഡ്യൂസ് ചെയ്യപ്പെടും. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ വരും വരായികളൊക്കെ നിന്നോട് നേരത്തെ പറയുന്നതാണ്. എന്തായാലും ഞാൻ നിനക്ക് പറ്റിയ ആളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതുവരെ നീ പ്രാക്ടീസ് ചെയ്യും. പിന്നീട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് കാങ് യുൻസി മാർക്കിനടുത്തേക്ക് വന്നത്. മാർക്ക് ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശബ്രം അടിഞ്ഞിരുന്ന് കൾട്ടിവേഷനിൽ മുഴുകിയിരിക്കുന്ന മാർക്കിനെ കണ്ട കാങ് ശരിക്കും സ്തംഭിച്ചങ്ങ് നിന്നു പോവുകയാണ്. അതിന്റെ കാരണം മാർക്കിന്റെ ചുറ്റും അയാൾ കണ്ട കാഴ്ചയാണ്. മാർക്കിന്റെ ചുറ്റും ചിത്രശലഭങ്ങളും അതുപോലെ ജീവജാലങ്ങളും ഒക്കെ പറന്നു കിടക്കുകയാണ്. ആ സ്ഥലത്ത് അങ്ങനെ ഒന്ന് ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് കാങ്ങിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കാങ് അത്ഭുതത്തോടെ മാർക്കിന് ചുറ്റും പറന്നിടക്കുന്ന ആ ചിത്രശലഭങ്ങളെയും കിളികളെയും അതുപോലെ ചുറ്റും കാണുന്ന ആ പച്ച പടർപ്പുകളൊക്കെ കണ്ടത്. 15 ദിവസം കൊണ്ട് മാർക്ക് ഇരിക്കുന്ന ആ സ്പേസിന് ചുറ്റും അങ്ങനെ പച്ച പടർപ്പൊക്കെ ഉണ്ടായി. അതിൽ ജീവജാലങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാങ് പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ആർ യു ഓക്കെ? അത് കേട്ടതും മാർക്ക് കണ്ണു തുറന്നു. മാർക്കിന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രഭാവം. കാങ് ഓടി മാർക്കിന്റെ അടുത്ത് വന്നു മാർക്ക് ചോദിച്ചു, മാർക്ക്, എന്താ സംഭവം? ഇവിടെ എങ്ങനെ ഈ പച്ചപ്പൊക്കെ വന്ന് ഒരുപാട് ചിത്രശലഭങ്ങളും കിളികളൊക്കെ ഉണ്ടല്ലോ? ഓൾഡ് മാസ്റ്റർ, ഞാൻ ആ ഇൻസ്ട്രക്ഷൻ ഓഫ് ഗോഡ്സിനകത്ത് കയറിയപ്പോൾ ഞാൻ സ്വന്തമാക്കിയത് ഇതാണ്. മാർക്ക്, നീ എന്താ പറയുന്നത്? ഓൾഡ് മാസ്റ്റർ, ഞാനൊരു പുതിയ സ്കില്ല് അല്ലെങ്കിൽ പുതിയ ശക്തി കൂടി നേടിയിരിക്കുകയാണ്. അത് പവർ ഓഫ് ക്രിയേഷനാണ്. പവർ ഓഫ് ക്രിയേഷനോ? അതെ ഓൾഡ് മാസ്റ്റർ, എനിക്ക് അങ്ങ് ഈ കാണുന്ന എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ ദൈവങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മാർക്കിത ചിത്രശലഭങ്ങളെയും അതുപോലെ ചെടികളെയും കിളികളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. മാർക്ക്, നീ എന്തായി പറയുന്നത്? നിനക്ക് ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ പറ്റുമെന്നോ? ഓൾഡ് മാസ്റ്റർ, ആ ഇൻസ്ട്രക്ഷൻ ഓഫ് ഗോഡ്സിനകത്തുള്ള ആർക്കും സ്വന്തമാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പവർ ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ ശക്തി. പക്ഷെ സൃഷ്ടി നടത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഊർജം ഏതാണ്ട് പോവും. ക്രിയേഷൻ നടത്താനായി സ്വന്തം ബോഡിയിലെ ഊർജത്തെയാണ് ഉപയോഗിക്കുന്നത്. കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ സ്വന്തം ഊർജത്തെ അവിടെ വിവിധ ക്രിയേച്ചേഴ്സ് ആക്കി, വിവിധ ജീവികളാക്കി മാർക്ക് മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ആവശ്യം വരുന്ന സമയത്ത് മാർക്കിന് മനസ്സിൽ തോന്നുന്ന ജീവിയെ സൃഷ്ടിക്കാൻ ഈ പവർ ഓഫ് ക്രിയേഷൻ മാർക്കിനെ അനുവദിക്കും. കാങ്ങിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. കാങ് സന്തോഷത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്തായാലും അത് കൊള്ളാം. മാർക്ക്, ഞാൻ ഇപ്പോൾ 2 ആളുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ മാർക്ക്, അവരുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ ഉണ്ടാകണം. കണ്ടിട്ട് ഇവിടെ നിന്നുള്ള ആളുകളല്ല, ഈ സെയിൻലി കിങ്ഡവുമായി ഒരു ബന്ധവുമില്ലാത്ത 2 കക്ഷികളാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ നിനക്ക് അവർ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒന്ന് പറഞ്ഞത്. എന്തായാലും മാർക്ക് ഫെല്ലർ കാങ് യുൻസി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയാണ്. കേട്ട് കഴിഞ്ഞതും മാർക്ക് കാങ്ങിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, എന്തായാലും നമുക്ക് ആ ഹെവൻ ബ്യൂറിയൽ കേവിലേക്ക് പോകാൻ ഒരു വാഹനം കൂടിയല്ലേ തീരും. ആ വാഹനം ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്കിപ്പോൾ പോകുന്നതല്ലേ ശരി. അതുകൊണ്ടാണ് മാർക്ക് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അങ്ങനെ കാങ്ങിനോട് യാത്ര പറഞ്ഞ് മാർക്ക് ഇറങ്ങാൻ നേരം കാങ് ഒരിക്കൽ കൂടി മാർക്കിനോട് ഓർപ്പിച്ചു, മാർക്ക്, അവര് നിനക്ക് പറ്റില്ലെന്ന് തോന്നിയാൽ നീ അവരൊക്കൊപ്പം പോകണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാം. കാങ് പറയുന്നതൊക്കെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അറിയാവുന്ന മാർക്ക് കാങ്ങിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, പ്രശ്നമാണെന്ന് തോന്നിയാൽ ഞാൻ എന്തായാലും അവരോടൊപ്പം പോവില്ല. അങ്ങനെ ഒരു വാക്ക് കൊടുത്തപ്പോഴാണ് കാങ്ങിന് ശരിക്കും ഒരു വിശ്വാസം വന്നത്. കാങ് മാർക്കിനെ യാത്രയാക്കി. ആ യാത്രക്കാരുള്ള പ്ലേസ് എവിടെയാണെന്ന്
ക്യാങ് മാർക്കിനോട് പറഞ്ഞിരുന്നു. ആ അഡ്രസ്സിൽ മാർക്ക് എത്തുമ്പോൾ മാർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. മാർക്ക് അനവധി തവണ വന്നിട്ടുള്ള ആ സ്ഥലം മാർക്കിന് നല്ല ഓർമ്മയുണ്ട്. മാർക്ക് എമിലി ബ്ലാക്കിനെ അവസാനമായി കണ്ട ആ ഹെവൻലി സിൻ ഉള്ള അതേ ശവകുടീരങ്ങളുടെ സ്ഥലത്തേക്കാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. ഇഷ്ടംപോലെ ശവകുടീരങ്ങൾ അവിടെയുണ്ട്. ആ ശവകുടീരങ്ങൾ പോലെ തന്നെയാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിലരൊക്കെ ആ ചുറ്റുപാടൊക്കെ കണ്ട് പതുക്കെ തിരിച്ചു പോകും. ചിലർ മാത്രം അകത്തേക്ക് കിടക്കുന്ന ആളുകൾക്ക് നേരത്തെ മാർക്കിൻ ടീമിനൊക്കെ പറ്റിയതുപോലുള്ള അപകടങ്ങൾ സ്വാഭാവികമായും പറ്റുന്നുണ്ട്. ചിലരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. മാർക്ക് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ അല്പം മാറി ഒരു ചെറുപ്പക്കാരൻ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടു. ആ ചെറുപ്പക്കാരൻ്റെ രൂപവും ഭാവവും കണ്ടപ്പോൾ മാർക്കിന് അതാണ് താൻ ഉദ്ദേശിക്കുന്ന ആളെന്ന് മനസ്സിലായി. മാർക്ക് അയാളുടെ നേരെ നടന്നു വരുമ്പോൾ അയാൾ മാർക്കിനെ കണ്ടു. മാർക്കിനെ കണ്ടതും അവൻ കൈയൊന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ അവന്റെ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെടുകയാണ്. ആ വാളിൽ നിന്ന് ആ നിമിഷം തന്നെ ഒരു പ്രകാശം ആകാശത്തേക്ക് കുതിച്ചു പാഞ്ഞു. അടുത്ത നിമിഷത്തിൽ ആകാശത്ത് നിന്ന് ആ പ്രകാശം തിരിച്ച് മാർക്കിന്റെ മുകളിലേക്ക് പാഞ്ഞു വരികയാണ്. മാർക്ക് അവന്റെ നേരെ നടന്നു വരുമ്പോഴാണ് ശരിക്കും ആ സോഡ് ലൈറ്റ് കൊണ്ട് അവൻ മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഒരു ചോദ്യവും ഉത്തരവുമില്ല, കണ്ട മാത്രയിൽ അറ്റാക്ക് ചെയ്യാണ്. അവന്റെ അതിശക്തമായ ആ സോഡ് ലൈറ്റ് ആകാശത്ത് നിന്ന് താഴേക്ക് മാർക്കിന് മുകളിലേക്ക് പാഞ്ഞു വരുമ്പോൾ മാർക്ക് അവന്റെ നേരെ നടന്നു വരുന്നുണ്ട്. അവന്റെ നേരെ നടന്നു വരുന്ന മാർക്കിന്റെ മുകളിലേക്കാണ് ആ പ്രകാശം വന്ന് വീഴുന്നത്. ആ പ്രകാശം മാർക്കിന്റെ മുകളിലേക്ക് വീഴുന്ന ആ സമയത്ത് മാർക്ക് മനസ്സുകൊണ്ട് പവർ ഓഫ് ക്രിയേഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഫലമായി ആ എൻ്റെ സോഡ് ലൈറ്റും മാർക്കിന്റെ അടുത്ത് വന്ന് അങ്ങ് ചിതറിയെന്ന് മാത്രമല്ല അതങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ശരിക്കും ആ ചെറുപ്പക്കാരൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അവൻ അമ്പരപ്പോടെ ആ വാളുമായി മുന്നോട്ട് കുതിച്ചു. മുകളിലേക്ക് സോഡ് ലൈറ്റ് അയച്ച് മാർക്കിനെ പുറത്തേക്ക് വീഴ്ത്തുന്ന ആ കലാപരിപാടിയിൽ നിന്ന് നേരിട്ട് മാർക്കിനെ ആക്രമിക്കുന്നതിലേക്ക് അയാൾ കടന്നു എന്ന് പറയാം. ശക്തമായ ആ സോഡുമായി ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് കുതിച്ച് ചാടി ഉയർന്ന് ആ വാള് കൊണ്ട് മാർക്കിന്റെ കഴുത്തിനെ ആഞ്ഞു വെട്ടി. പക്ഷെ ആ വാള് മാർക്കിന്റെ ബോഡി തൊടുന്നതിന് തൊട്ടു മുമ്പ് അവൻ ഒരു കാര്യം കൃത്യമായി അറിയുകയാണ്. ശരിക്കും അവൻ സ്പർശിച്ചറിയുകയാണെന്ന് പറയാം. അവന്റെ കഴുത്തിൽ രക്തം പൊടിഞ്ഞോ എന്നൊരു സംശയം. അവന്റെ വലത് കൈയിലിരിക്കുന്ന വാള് മാർക്കിന്റെ കഴുത്തിന് നേരെ ചെല്ലുമ്പോഴാണ് അവന്റെ കഴുത്തിൽ രക്തം പൊടിഞ്ഞതായി അവന് ഫീൽ ചെയ്തത്. അവൻ ഇടത് കൈ കൊണ്ട് കഴുത്തിൽ തൊട്ടപ്പോൾ കഴുത്തിൽ രക്തമുണ്ട്. ആ രക്തത്തിൽ തൊട്ട അവന്റെ കൈ പെട്ടെന്ന് ഒരു സ്ഥലത്ത് തട്ടി. അവൻ അമ്പരപ്പോടെ ആ തട്ടിയ സാധനത്തെ പിടിച്ചു നോക്കുമ്പോൾ അതൊരു കത്തിയാണ്. ആ കത്തി അവന്റെ കഴുത്തിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. മാർക്ക് ഫെല്ലർ കൂളായി നടന്നു വരുന്നതിനിടയിൽ മാർക്കിന്റെ കയ്യിൽ നിന്ന് ഒരു കത്തി അവന്റെ കഴുത്തിൽ അങ്ങനെ തറച്ചു നിൽക്കുകയാണ്. പക്ഷേ ആ കത്തി ഉള്ളിലേക്ക് കയറണോ വേണ്ടയോ എന്ന് മാർക്ക് തീരുമാനിച്ചാലേ ആ കത്തി ഉള്ളിലേക്ക് കയറും. ശരിക്കും മാർക്കിന് നിയന്ത്രണമുള്ള ഒരു മാന്ത്രിക കത്തി ഇത് ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ തറച്ചു നിൽക്കുകയാണ്. ഭയന്നുപോയി ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവന്റെ സോഡ് പിൻവലിച്ചത് മാത്രമല്ല അവൻ കൈകൾ കൂപ്പി മാർക്കിനെ തൊടുകയും ചെയ്തു. സോറി, ദയവായി എന്നെ ആക്രമിക്കരുത്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്ക് കൈയൊന്നനക്കി. ആ നിമിഷത്തിൽ ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ സ്പർശിച്ചിരുന്ന ആ കത്തി മാർക്കിന്റെ കയ്യിലേക്ക് പറന്നു വരികയും ചെയ്തു. അനവധി ആളുകൾ ഈ കാഴ്ച കാണുന്നുണ്ട്. ആ കാഴ്ച കാണുന്ന ആളുകളുടെയൊക്കെ തൊട്ടു മുന്നിൽ പലരും തലയേറ്റും ഉടലറ്റൊക്കെ തറക്കിടപ്പുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് റിക്രൂട്ട്മെന്റിന് പോയ ആളുകൾ പലരുമാണ് ആ വീട് കിടക്കുന്നതെന്ന് ആ കാഴ്ച കാണുന്ന ആളുകളുടെ മുഖം വായിക്കുന്ന ആർക്കും അറിയാം. കാരണം അവരൊക്കെ ഇപ്പോൾ അവിശ്വസനീയമായ ഒരു മുഖഭാവത്തോടുകൂടിയാണ് മാർക്ക് ഫെല്ലറെ നോക്കുന്നത്. ആ ചെറുപ്പക്കാരൻ തൻ്റെ കഴുത്തിൽ നിന്ന് കത്തി പിൻവലിക്കപ്പെട്ട വിവരം മനസ്സിലാക്കിയതും മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, ഇപ്പോൾ എനിക്ക് നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. പക്ഷെ ഞാൻ വീണ്ടും ശക്തി നേടും. അപ്പോൾ ഞാൻ നിങ്ങളെ നേരിടും. അന്ന് ഞാൻ നിങ്ങളെ കൊല്ലുകയും ചെയ്യും. ഓക്കെ, ഞാൻ വരവ് വച്ചിരിക്കുന്നു. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഇത്രയും നേരം ഈ കാഴ്ച കണ്ടുകൊണ്ടുന്ന ആ ചെറുപ്പക്കാരൻ്റെ കൂടെയുള്ള ഒരു ബാലൻ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഞാൻ അവനോട് ഫൈറ്റ് ചെയ്താലും വിജയിക്കുമോ എന്ന് എനിക്ക് പോലും സംശയമുണ്ട്. ആ കൊച്ചു പയ്യൻസിന്റെ ഡയലോഗ് മാർക്ക് ഫെല്ലറും കേട്ടു. പക്ഷെ ആ കൊച്ചു പയ്യൻസിന്റെ ഡയലോഗ് കേട്ടതും മാർക്കിനോട് ഏറ്റുമുട്ടിയ ആ ചെറുപ്പക്കാരന്റെ മുഖമാണ് ശരിക്കും ഞെട്ടിയത്. അവന് ആ വാചകം ശരിക്കും കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ അമ്പരപ്പോടെ ആ കൊച്ചു ബാലനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് മാർക്കിനെ നോക്കി. മാർക്കിനെയും ആ ബാലനെ അവൻ കമ്പയർ ചെയ്യുകയാണ്. ഈ സമയത്ത് ആ കൊച്ചു പയ്യൻസ് നടന്ന് മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. ആ കൊച്ചു പയ്യൻ മാർക്കിന്റെ മുന്നിലേക്ക് എത്തിയതും മാർക്കിനോടായി പറഞ്ഞു, എൻ്റെ പേര് ഡിവൈൻ എംബ്രിയോ യു എന്നാണ്. നിങ്ങളുടെ ശക്തി എനിക്ക് ബോധ്യമായി.
ഞങ്ങളുടെ ടീമിലേക്ക് നിങ്ങളെ കൂടി എടുക്കാം. ആട്ടെ, എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. മാർക്ക് ഫെല്ലർ. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ശരിക്കും ഈ വേൾഡിലുള്ള ആളല്ല. ഞാൻ ഡിവൈൻ വേൾഡിലുള്ള ആളാണ്. ഡിവൈൻ വേൾഡോ? അതെ മാർക്ക്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഡിവൈൻ വേൾഡിൽ നിന്ന് താഴേക്ക് വീണു പോയതാണ്. അങ്ങനെയാണ് ഞാൻ ഈ സെയിന്റ് വേൾഡിൽ എത്തിയത്. ഞാൻ എങ്ങനെ വീണു എന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ വിവരമില്ല. എന്തായാലും ഞാൻ ജനിച്ചത് ഡിവൈൻ വേൾഡിലാണ്. പക്ഷേ എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ ഈ സെയിന്റ് വേൾഡിലാണ് ഉള്ളത്. സെയിന്റ് വേൾഡിൽ ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഈ ഹെവൻലി ബിറുൽ കേവ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഭാഗമെല്ലാം നന്നായി അറിയാം. ഞാൻ അവിടെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ആ ജനറൽമാർ അവതരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചതും ആ കാരണത്താലാണ്. എനിക്ക് ആ സ്ഥലം നന്നായി അറിയാം. മാർക്ക്, ഞങ്ങൾക്ക് നിന്നെ കൂടെ കൊണ്ടുപോകാൻ എന്തായാലും ഒരു ബുദ്ധിമുട്ടുമില്ല. മാർക്ക് ഭൂമിയിൽ നിന്ന് ഹോളി റിജിനിലേക്കും ഹോളി റിജിനിൽ നിന്ന് സെയിന്റ് വേൾഡിലേക്കുമാണ് എത്തിയിരിക്കുന്നത്. സെയിന്റ് വേൾഡിന് മുകളിലുള്ള ലോകത്തെയാണ് ഡിവൈൻ വേൾഡ് എന്ന് പറയുന്നത്. ആ ഡിവൈൻ വേൾഡിന്റെ ഭാഗമാണ് ശരിക്കും ഈ ഗോഡുകളുടെ ലോകം എന്ന് പറയുന്നത്. ആ ഡിവൈൻ വേൾഡിനകത്ത് ജനിച്ച ഒരാള് സെയിന്റ് വേൾഡിലേക്ക് വീണുപോയിരിക്കുകയാണ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് അതിനെ എംബ്രിയോ എന്ന് വിളിക്കുന്നത്. ഡിവൈൻ എംബ്രിയോ യു എന്നാണ് അതിന്റെ പേര്. വളരെ വളരെ കൗതുകമുള്ള രസകരമായൊരു പേര്. ആ പേരും ആ ഡിവൈൻ എംബ്രിയോയുടെ പറച്ചിലുമൊക്കെ മാർക്കിന് ശരിക്കും ഒരു അതിശയം ഉണ്ടാക്കുകയാണ്. താൻ വിചാരിക്കുന്ന ശൈലിയിലുള്ള ഒരു കഥാപാത്രമല്ല ആ ഡിവൈൻ എംബ്രിയോ യു എന്ന് ആ കഥാപാത്രത്തിന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ മാർക്കിന് മനസ്സിലാവുന്നുണ്ട്. മാർക്ക് ആ യുവിനോട് ചോദിച്ചു, അല്ല ഞാനിപ്പോ നിങ്ങളുടെ കൂടെ വന്നാൽ എന്താ എനിക്കുള്ള ബെനിഫിറ്റ്? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ സ്ഥലം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളെക്കുറിച്ചും എനിക്കൊരു ധാരണയുണ്ട്. കിട്ടുന്നത് നമുക്ക് നമ്മുടെ അംഗങ്ങൾക്കിടയിൽ ഈക്വലായി വീതം വയ്ക്കാം. അല്ല, എനിക്കത് മനസ്സിലായില്ല. അംഗങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ മാർക്ക്, ഇപ്പൊ ഇവിടെ നമ്മൾ 3 പേരല്ലേ ഉള്ളത്. വേറെ 3 പേര് കൂടി നമ്മളെ കാത്ത് മറ്റു സ്ഥലത്ത് നിൽപ്പുണ്ട്. നമ്മൾ ഹെവൻ ബിറുൽ കേവിൽ എത്തുമ്പോൾ അവരും നമുക്കിപ്പോൾ ഉണ്ടാവും. ഒരു ടീമായിട്ട് നമ്മൾ പ്രയത്നിച്ചാലേ എന്തെങ്കിലും റിസൾട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഡിവൈൻ എംബ്രിയോ യു പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും മാർക്കിന് പിന്നീടൊന്നും ചോദിക്കാനില്ല. മാർക്ക് ഡിവൈൻ എംബ്രിയോട് പറഞ്ഞു, ഓക്കെ, എനിക്ക് പേടിയുള്ളത് പുറകിൽ നിന്ന് ചതിക്കുന്ന ആളുകളെയാണ്. നിങ്ങൾ എന്തായാലും അത് ചെയ്യില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടെ വരാം. ഓക്കെ മാർക്ക്. അങ്ങനെ പറഞ്ഞ ആ ഡിവൈൻ എംബ്രിയോ യു അയാൾക്കൊപ്പമുള്ള ആ ചെറുപ്പക്കാരനെ കൂടി അയാൾ അടുത്തേക്ക് ചേർത്ത് നിർത്തിയതും പെട്ടെന്ന് ഡിവൈൻ എംബ്രിയോയുടെ ബോഡിയിൽ നിന്ന് ഒരു പുക പുറത്തേക്ക് വന്നു. ഒരു മൂടൽ മഞ്ഞിന്റെ ശൈലിയിൽ ആ പുക പെട്ടെന്ന് മാർക്കിനെയും ആ ചെറുപ്പക്കാരനെയും ഡിവൈൻ എംബ്രിയോയും പൂർണ്ണമായി അങ്ങ് മൂടി. വളരെ നേർത്ത ഒരു പടലമാണ് ആ പുക അവിടെ സൃഷ്ടിച്ചത്. തൊട്ടു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുന്ന ശൈലിയിൽ ഒരു പടലം ഇപ്പോ ആ 3 പേർക്ക് ചുറ്റും ഉണ്ടായിരിക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് നോക്കിയാൽ അതൊരു ബലൂൺ ആണെന്ന് മനസ്സിലാവും. ആ ഡിവൈൻ എംബ്രിയോയുടെ ബോഡിയിൽ നിന്നുണ്ടായ ആ പുക അവർക്ക് ചുറ്റും ഒരു ബലൂൺ സൃഷ്ടിച്ചിരിക്കുകയാണ്. മാർക്ക് കൗതുകത്തോടെ ആ ബലൂണിലേക്ക് നോക്കുമ്പോൾ ആ ബലൂൺ പെട്ടെന്ന് തറന്നങ്ങ് പൊങ്ങി. ശരിക്കും ഒരു റോക്കറ്റ് പൊങ്ങും പോലെ ആ ബലൂൺ അങ്ങ് പൊങ്ങുകയാണ്. മാർക്കിന് വല്ലാത്തൊരു അമ്പരപ്പ്. ആ ബലൂൺ ആകാശത്തേക്ക് പൊങ്ങിയ ആ നിമിഷത്തിൽ താഴെ നിൽക്കുന്ന ആളുകളൊക്കെ വല്ലാത്തൊരു കൗതുകത്തോടെയാണ് അത് കാണുന്നത്. ഒരുപാട് ആളുകൾ ആ ശവകുടീരങ്ങൾ സന്ദർശിക്കാനായി എത്തിയിരിക്കുന്ന സമയമാണ്. അവരൊക്കെ അത്ഭുതത്തോടെ അമ്പരപ്പോടെ ആകാശത്തേക്ക് പറന്നു പൊങ്ങിയ ആ ബലൂണിനെ അങ്ങനെ നോക്കുമ്പോഴേക്കും മാർക്കിനെയും വഹിച്ചുകൊണ്ട് ആ ബലൂൺ പതുക്കെ മൂവ് ചെയ്യാണ്. പതുക്കെയാണെന്ന് മാർക്കിന് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും ആ ബലൂണിന്റെ സഞ്ചാരം മാർക്കിന് തെല്ലെന്നുമല്ല അതിശയിപ്പിച്ചത്. മാർക്ക് ഭൂമിയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഏത് വാഹനത്തെക്കാൾ വേഗത ആ ബലൂണിനുണ്ട്. ബലൂൺ ആകാശത്തേക്ക് കടന്നതും അതിവേഗതയിൽ ആകാശത്തോടെ അങ്ങ് പായുകയാണ്. ഈ ഡിവൈൻ എംബ്രിയോയുടെ ശക്തി താൻ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. മാർക്കിന് വേണമെങ്കിൽ ആകാശത്തൂടെ അതേ ശൈലിയിൽ സഞ്ചരിക്കാം. പക്ഷെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ മാർക്കിന്റെ സ്റ്റോർഡ് എനർജിയാണ് മാർക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരിക. ആ എനർജി അങ്ങനെ തീർന്നാൽ ഒരു ഫൈറ്റ് എങ്ങാനും ഉണ്ടാവുമ്പോൾ മാർക്ക് പെട്ടുപോകും. പക്ഷെ ഇവിടെ ആ ഡിവൈൻ എംബ്രിയോയ്ക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉള്ളതായി മാർക്ക് കാണുന്നില്ല. ഇഷ്ടംപോലെ ഊർജം അതിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഈ സെയിന്റ് വേൾഡിന്റെ മുകളിലുള്ള ഡിവൈൻ വേൾഡിലുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടാകുമെന്ന് ഏകദേശം ഒരു ധാരണ മാർക്കിനുണ്ടായി. മാർക്ക് ഡിവൈൻ എംബ്രിയോട് ചോദിച്ചു, ഡിവൈൻ എംബ്രിയോ, അവിടെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ? മാർക്ക് ഫെല്ലർ, ഈ ഹെവൻ ബിറുൽ കേവിനെ കുറിച്ച് ഒന്നും പഠിക്കാതെയാണോ ഞങ്ങൾക്കിപ്പോൾ കൂടിയത്? മാർക്ക്, അവിടെ ചെല്ലുന്ന ആളുകൾ തിരിച്ചു വരും എന്ന ഒരു ഉറപ്പുമില്ല. അവിടെ ഒരു ടൈം നിയന്ത്രിത സിസ്റ്റം ഉണ്ട്. ടൈം നിയന്ത്രിതം. അതെ മാർക്ക്, സമയം അവിടെ വേറൊന്നാണ്. ശരിക്കും ആ സ്ഥലത്തെ നമ്മൾ വിളിക്കുക ഹെവൻ ബിറുൽ കേവ് എന്നാണെങ്കിലും അവിടെ നമ്മൾ പെട്ടുപോയാൽ നമുക്ക് തിരിച്ചു വരാൻ പ്രയാസമാവും.
അവിടെ അതിശക്തമായ ഒരു അറ്റാക്ക് ആ ബിറുൽ കേവ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ജനറൽമാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ അറ്റാക്കിൽ അവിടെ എത്തുന്ന അനവധി ആളുകളാണ് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ ശരിക്കൊരു ത്രട്ട് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ കാങ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എംബ്രിയോ മാർക്കിനോട് ആവർത്തിച്ചത്. എന്തായാലും കുറെ ദിവസത്തെ യാത്രയ്ക്കൊടുവിലാണ് മാർക്കും ആ ടീമും ഹെവൻ ബിറുൽ കേവ് എന്ന് വിളിക്കപ്പെടുന്ന വിശാലമായ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അവരുടെ ആ ബലൂൺ തറയിൽ സ്പർശിച്ച നിമിഷത്തിൽ ആ ബലൂൺ അങ്ങ് അപ്രത്യക്ഷമായി. മാർക്കും എംബ്രിയോയും ആ ചെറുപ്പക്കാരനും മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അവർ മൂന്നുമല്ലാതെ ആ സ്ഥലത്ത് ഒരു കുഞ്ഞിനെ പോലും മാർക്കിന് കാണാൻ പറ്റുന്നില്ല. മാർക്ക് ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്ത് ചുറ്റും ഒന്ന് നോക്കിയപ്പോൾ ആ ഡിവൈൻ സെൻസിന് മുന്നോട്ട് തുളയ്ക്കാൻ പറ്റുന്നില്ല. മുന്നോട്ട് തുളച്ച് കയറാനുള്ള കപ്പാസിറ്റി ഡിവൈൻ സെൻസിന് ആ ഭാഗത്ത് ഇല്ലാത്തതുപോലെ ഒരു തോന്നൽ. ഉടൻ മാർക്കിന്റെ മാനിഫെസ്റ്റേഷൻ ഗേസിന്റെ ലെവൽ 1ഉം ലെവൽ 2 ഒക്കെ തുടർച്ചയായി ആക്ടിവേറ്റ് ചെയ്തു. പക്ഷെ അതിനും ഒരു പരിധിയുണ്ട്. ഒരു നിശ്ചിത ദൂരത്തിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. മാർക്കിനെ കാണാൻ കഴിയുന്ന ദൂരത്ത് മാർക്ക് കാണുന്നത് ഒരു കറുത്ത മൂടൽമഞ്ഞ് മാത്രമാണ്. ആ മൂടൽമഞ്ഞിനകത്ത് പ്രകാശം പോലും ഇല്ല. ജീവനുള്ള ഒന്നിനെയും മാർക്കിനെ അവിടെ കാണാനും പറ്റുന്നില്ല. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഡിവൈൻ എംബ്രിയോ നടക്കുകയാണ്. അത് കണ്ടതും മാർക്ക് ഡിവൈൻ എംബ്രിയോയുടെ പുറകെ നടന്നു തുടങ്ങി. മാർക്കിനൊപ്പം ആ ചെറുപ്പക്കാരനുമുണ്ട്. ഒരാളും സംസാരിക്കുന്നില്ല. പൂർണ്ണ നിശബ്ദതയാണ്. പ്രകാശം പോലും ആ ഭാഗത്തേക്ക് കടക്കാൻ ഭയക്കുന്ന പോലെ ഉള്ള ഒരു സ്ഥലം. വായു സാധാരണഗതിയിൽ ശക്തമായി എല്ലാ ഭാഗത്തും അടിക്കുന്നതല്ലേ. ഇവിടെ വായുവിന് പോലും ആ ഭാഗത്തേക്ക് കടക്കണമെങ്കിൽ ഒരു അനുവാദം ആവശ്യമുള്ള ഒരു പ്രതീതി. വായുവാണെങ്കിലും പ്രകാശമാണെങ്കിലും ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. സകലതിന്റെ മുകളിലും എന്തൊക്കെയോ നിയന്ത്രണമുണ്ട്. മാർക്ക് ചുറ്റും ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാണ് നടക്കുന്നത്. ഡിവൈൻ എംബ്രിയോ രണ്ട് ഭാഗത്തേക്ക് നോക്കാതെ കൂളായിട്ട് മുന്നോട്ട് നടക്കുകയാണ്. ആ ഡിവൈൻ വേൾഡിൽ നിന്ന് അവിടേക്ക് വീണ ഡിവൈൻ എംബ്രിയോയ്ക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. അതിന്റെ ഒരു അംശമാണ് അയാളുടെ നടത്തത്തിൽ നമ്മൾ കാണുന്നത്. ഡിവൈൻ എംബ്രിയോ യുവിന്റെ പ്രായം എത്രയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അയാളെ കണ്ടാൽ ഒരു 12-14 വയസ്സിനകത്ത് പ്രായമേ തോന്നും. ഒരു കൊച്ചു പയ്യൻസിന്റെ ഒരു ലക്ഷണമുള്ള ഒരാൾ. മറ്റതൊരു ചെറുപ്പക്കാരനാണ്. 25 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. മാർക്ക് അവർ രണ്ടുപേരെയും ശ്രദ്ധിച്ച് അവർക്കൊപ്പം അങ്ങനെ നടക്കുമ്പോൾ പതുക്കെ മാർക്കിന്റെ ദൃഷ്ടിയിൽ ചില കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. ആ കാഴ്ചകൾക്കൊപ്പം ശബ്ദവും മാർക്ക് കേൾക്കുകയാണ്. ശരിക്കും ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റ് നടക്കുന്ന ഭാഗത്തേക്ക് മാർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് ഫൈറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ആലിസ്റ്റർ കുടുംബത്തിന്റെ ആ വലിയ ചിഹ്നമുണ്ട്. റിയ ആലിസ്റ്ററിന്റെ ആ ഡ്രസ്സിൽ കണ്ട അതേ ചിഹ്നം. ഹെവൻലെസിന്റെ ആക്രമണത്തിൽ നിന്ന് അന്ന് മാർക്കിനെ രക്ഷിച്ച് കൊണ്ടുപോയത് സാക്ഷാൽ റിയ ആലിസ്റ്ററാണ്. റിയ ആലിസ്റ്ററിനെ കുറിച്ച് പെട്ടെന്നാണ് മാർക്കിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത്. മാർക്ക് കൗതുകത്തോടെ ആ അറ്റാക്ക് ചെയ്യുന്ന ആളെ ശ്രദ്ധിക്കുമ്പോൾ അയാള് ശക്തമായ ഒരു ഫൈറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അയാൾ ഫൈറ്റ് ചെയ്യുന്ന ആളുകളെയും മാർക്ക് അപ്പോൾ കണ്ടു. അതൊക്കെ അതിശക്തരായ ഡീമൻ മൃഗങ്ങളാണെന്ന് പറയാം. ശക്തരായ മൃഗങ്ങളുടെ ഒരു സാന്നിധ്യം മാർക്കിനെ തെല്ലുന്നൂല അതിശയിപ്പിച്ചത്. ആ മേഖലയിൽ ആ ചാര നിറത്തുള്ള മൂടൽമഞ്ഞ് മാത്രമാണ് ഉള്ളത്. അതിനിടയിൽ ഈ ഡീമൻ മൃഗങ്ങൾക്ക് എങ്ങനെ അവിടെ കഴിയാൻ പറ്റുന്നു? ആഹാരമൊന്നും കിട്ടാതെ അവ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നു? ഒരുപാട് ചോദ്യങ്ങൾ മാർക്കിന്റെ ഉള്ളിൽ ഉണ്ടായി വരുന്നുണ്ട്. എന്തായാലും ആ ചിന്തയ്ക്ക് ഇടയിൽ തന്നെ മാർക്കിന്റെ ശ്രദ്ധ ആലിസ്റ്റർ കുടുംബത്തിന്റെ ആ ഡ്രസ്സ് ധരിച്ച ആ ചെറുപ്പക്കാരിലേക്ക് മാറി. ആ ചെറുപ്പക്കാരൻ ഇപ്പൊ അതിശക്തമായ ഒരു ആക്രമണത്തിന് വിധേയമാകുകയാണ്. ഇപ്പോൾ അയാളെ എതിരിടുന്നത് ശക്തമായ ചിറകളുള്ള ഒരു ജീവിയാണ്. അത് പക്ഷിയാണോ ഡ്രാഗൺ ആണോ എന്നൊന്നും തിരിച്ചറിയാൻ മാർക്കിന് പറ്റുന്നില്ല. മാർക്കിന്റെ മാനിഫെസ്റ്റേഷൻ കേസിന്റെ കപ്പാസിറ്റി കൊണ്ട് മാത്രമാണ് ശരിക്കും ആ യുദ്ധം മാർക്ക് നന്നായി കാണുന്നത്. നല്ല മൂടൽമഞ്ഞ് മാർക്കിനും അവർക്കും ഇടയിലുണ്ട്. മാർക്കിന് ആ മൂടൽമഞ്ഞിനിടയിലൂടെ ആ യുദ്ധം കാണാൻ കഴിയുന്നുണ്ട്. അതിശക്തമായ ചിറകുകളുടെ അടിയേറ്റ് ആ ചെറുപ്പക്കാരൻ തെറിക്കുന്ന കാഴ്ചയാണ് പെട്ടെന്ന് മാർക്ക് കണ്ടത്. നല്ല ശക്തമായ ചിറകുകളുള്ള ഒരു കൂറ്റൻ ജീവി. ആ ജീവി ഏത് ജനസിൽപ്പെട്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാർക്ക് കൗതുകത്തോടെ അവിടേക്ക് നോക്കുമ്പോഴേക്കും ദൂരേക്ക് തെറിച്ചു വീണ ആ ചെറുപ്പക്കാരൻ ചാടി എണീറ്റ് കഴിഞ്ഞു. തുടർന്ന് മാർക്ക് കണ്ടത് ശരിക്കും ഒരു അടിപൊളി ഫൈറ്റാണ്. ആ ചെറുപ്പക്കാരൻ ശരിക്കും കപ്പാസിറ്റി ഉള്ള ആളാണ്. അവന്റെ ആ മുഷ്ടികളും ആ ജീവിയുടെ ചിറകുകളും തമ്മിലുള്ള ഒരു യുദ്ധമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. അത് ചിറകുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ആക്രമിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ശക്തമായി ഒഴിഞ്ഞു മാറി അതിശക്തമായിട്ട് ആ ജീവിയുടെ ഉടലിലേക്ക് ഇടിക്കുകയാണ്. പക്ഷെ ആ ഉടലിലേക്കുള്ള ആ ചെറുപ്പക്കാരനെ ഇടി വരുമ്പോഴത്തേക്ക് ആ ജീവി ഒന്ന് മാറി. അത് ശരിക്കും ഒരു മെയ്വഴക്കത്തോടുകൂടി വായുവിൽ ഒന്ന് മറിഞ്ഞിട്ട് ആ ചിറകൾ കൊണ്ട് ആ ചെറുപ്പക്കാരനെ അറ്റാക്ക് ചെയ്യും. ആ ചെറുപ്പക്കാരനും
ആ ജീവിയും തമ്മിലുള്ള ഫൈറ്റ് കുറേയേറെ മിനിറ്റ് നടന്നു കാണും. മാർക്ക് ആ ഭാഗത്തേക്ക് അങ്ങനെ നോക്കുമ്പോഴാണ് ഡിവൈൻ എംബ്രിയോ നടന്ന് ഒരുപാട് ദൂരം എത്തിയത് മാർക്ക് കണ്ടത്. അത് കണ്ടത് മാർക്ക് അതിവേഗം ഡിവൈൻ എംബ്രിയോയുടെ പുറകെ ഓടുകയാണ്. ഈ സമയത്ത് ഇടതുഭാഗത്ത് ആ ആലിസ്റ്റർ കുടുംബത്തിന്റെ ആ ചെറുപ്പക്കാരനും ആ ജീവി എന്നുള്ള ഫൈറ്റ് അപ്പോഴും തുടരുകയാണ്. മാർക്ക് ഡിവൈൻ എംബ്രിയോയുടെ പുറകെ ഓടിയെത്തി. ഈ സമയത്ത് പെട്ടെന്ന് ഡിവൈൻ എംബ്രിയോ ഒന്ന് നിന്നു. ഡിവൈൻ എംബ്രിയോ നിന്നതും ഡിവൈൻ എംബ്രിയോയുടെ അടുത്തേക്ക് 3-4 ആളുകൾ നടന്നു വന്ന ആളുകൾ ഒരാളെ കണ്ട് മാർക്ക് ഫെല്ലർ ശരിക്കും അമ്പരന്ന് ആ ആളെ നോക്കി പോവുകയാണ്. അത് സാക്ഷൽ സോഡ് മാസ്റ്റർ ലിയു ബായിയാണ്. മാർക്ക് ഫെല്ലർ ആ ബീസ്റ്റുകളുടെ ഡൊമൈനകത്ത് ആ ഗുഹാമുഖത്തേക്ക് ജിയാങ് ഷീലിങ്ങിന്റെ സഹായത്തോടുകൂടി ഇടിച്ചു കയറുന്ന സമയത്ത് മാർക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഡ് ഉപയോഗിച്ച് അവിടെ എത്തിയ സെയിന്റുകളെ ആക്രമിച്ച് അതേ ആ സോഡ് മാസ്റ്ററാണ് ഇപ്പോ അവിടേക്ക് വന്നത്. മാർക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ട് കൈകൂപ്പി, മാസ്റ്റർ ലിയുബായി അങ്ങെന്താ ഇവിടെ? മാർക്ക്, ഞാൻ ഡിവൈൻ എംബ്രിയോയുടെ ടീമിന്റെ ഭാഗമാണ്. നീ എന്താ ഇവിടെ? മാസ്റ്റർ എന്ത് ചോദ്യമായി ചോദിക്കുന്നേ? ഞാനും ഈ ടീമിന്റെ ഭാഗമാണ്. ഓക്കെ മാർക്ക്, നീ ഈ ടീമിലേക്ക് ചേരാനുള്ള കപ്പാസിറ്റി നേടിയെന്നറിയുന്നതിൽ എനിക്ക് ശരിക്കും സന്തോഷമുണ്ട്. മാർക്ക് ഫെല്ലർ അന്ന് ആ ചെന്നെ തോൽപ്പിക്കുന്ന രംഗം ഇപ്പോഴും ആ ലിയുബായിയുടെ കണ്ണിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ലിയുബായിക്ക് മാർക്കിനോട് ഒരു സ്നേഹമൊക്കെ ഉണ്ട്. ആ സ്നേഹം അയാളുടെ കണ്ണുകളിൽ ദൃശ്യവുമാണ്. മാർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് സോഡ് മാസ്റ്റർ ലിയുബായിയോട് സംസാരിക്കുമ്പോൾ ഒരാൾ കൂടി അവിടേക്ക് വന്നു. ആ ആളെ കണ്ടതും മാർക്ക് അമ്പരപ്പോടെ ആ ആളെ നോക്കിയതും അയാൾ പെട്ടെന്ന് അയാളുടെ വാളൊന്നുയർത്തി. ആ നിമിഷത്തിൽ ആകാശത്ത് നിന്ന് അനവധി സോഡ് ലൈറ്റുകൾ മാർക്കിന്റെ മുകളിലേക്ക് പാഞ്ഞു വന്നു. ആ നിമിഷത്തിൽ പവർ ഓഫ് ക്രിയേഷൻ ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ആ സോഡ് ലൈറ്റിനെ തടുക്കുകയും ചെയ്തു. അത് കണ്ടതും ആ ചെറുപ്പക്കാരൻ നടന്ന് മാർക്കിന്റെ അടുത്തേക്ക് വന്ന് മാർക്കിനെ പരിചയപ്പെട്ടു. എൻ്റെ പേര് ഡിങ് നാങ് എന്നാണ്. ഞാൻ മാർക്ക് ഫെല്ലർ. മാർക്ക്, നിന്റെ പവർ ഓഫ് ക്രിയേഷൻ എനിക്കങ്ങ് ഇഷ്ടമായി. പക്ഷെ നീ അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഒരുപാട് പവർ ഓഫ് ക്രിയേഷൻ ഉപയോഗിച്ചാൽ നിന്റെ എനർജി പവർ ഒരുപാട് കുറയും. മാർക്കിനെ അറിയാവുന്ന ഒരു കാര്യമാണ് ഡിങ് നാങ് പറഞ്ഞത്. പക്ഷെ മാർക്കിനെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. ഡിങ് നാങ്ങിന് മാർക്ക് ഉപയോഗിച്ചത് പവർ ഓഫ് ക്രിയേഷൻ ആണെന്ന് അറിയാമെന്നുള്ളതാണ്. അപരിചിതരാണ് ആ ആളുകളെങ്കിലും അവരൊക്കെ ശരിക്കും ശക്തരാണ്. പെട്ടെന്നാണ് മാർക്ക് ഒരു കാര്യം ആലോചിക്കുന്നത്. ഈ സീതു കുടുംബവും സെയിന്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്ന ആ ട്രഷർ ഐലൻഡിൽ ശരിക്കും സീതു കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായി എത്തിയ ആളുകളിൽ ഒരാൾ ഈ ഡിങ് നാങ് ആയിരുന്നു. മാർക്ക് ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരാൾ കൂടി ആ മൂടൽ മഞ്ഞിന് അടുത്തുകൂടി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. ആ ആളെ കണ്ട് മാർക്കിന് വല്ലാത്തൊരു കൗതുകം. മാർക്ക് ഈ സെയിന്റ് വീടിൽ എത്തിയപ്പോൾ ആദ്യം പരിചയപ്പെട്ട ആളുകളിൽ ഒരാളാണ് അവിടേക്ക് വന്നത്. അത് ആ വില്ലേജ് ചീഫാണ്. മാർക്ക് ആ സെയിന്റ് വീടിലേക്ക് വന്നത് ഒരു ഗ്രാമത്തിന്റെ അടുത്താണ്. ആ ഗ്രാമത്തിനോട് ചേർന്നുള്ള വനത്തിനകത്ത് വെച്ച് ഫ്ലവർ ഗ്രാനിയുടെ റിലേറ്റീവായ ഒരു ലേഡിയുമായി മാർക്ക് ഉണ്ടാക്കിയ ഏറ്റുമുട്ടലും അതിനുശേഷം ആ ലേഡിയിൽ നിന്ന് മാർക്ക് പിടിച്ചെടുത്ത ഓർഡർലെസ് സീഡുകളൊക്കെ മാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഓർഡർലെസ് സീഡ് മാർക്ക് ഈ വില്ലേജ് ചീഫിനാണ് കൊടുത്തത്. അന്ന് അവിടെ ഒരു കൊച്ചു പയ്യൻസ് ഉണ്ടായിരുന്നു. ആ പയ്യൻസിനെ നോക്കാൻ വില്ലേജ് ചീഫിനെ മാർക്ക് ഏൽപ്പിച്ചിരുന്നു. ഹോങ് യു എന്ന ആ പയ്യൻസിനെ കുറിച്ച് മാർക്ക് ആലോചിച്ചതും മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്കിന്റെ അടുത്തേക്ക് ആ കൊച്ചു പയ്യൻ ഓടി വന്ന് അവൻ മാർക്കിന്റെ കാലിലും കെട്ടിപ്പിടിക്കുകയാണ്. ബിഗ് ബ്രദർ, എത്ര നാളായി കണ്ടിട്ട്. വല്ലാത്തൊരു സന്തോഷം ആ കൊച്ചു പയ്യൻസിന്റെ പെരുമാറ്റത്തിലും അവന്റെ സംഭാഷണത്തിലും ഉണ്ട്. അവൻ മാർക്കിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇനി മാർക്കിനെ ആർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. മാർക്ക് ഹോങ് യുവിന്റെ തലയോട് തലോടിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഇവിടെ വന്നത്? അതിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ വില്ലേജ് ചീഫാണ്. മാർക്ക്, ആ വില്ലേജിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ നീ നൽകിയ ആ വിത്തുണ്ടല്ലോ, ആ ഓർഡർലെസ് വിത്ത്, അത് എനിക്കും ഹോങ് യുവിനും ഒരുപാട് ശക്തിയാണ് നേടിത്തന്നത്. ആ ശക്തി ഞങ്ങളെ ആ വില്ലേജിൽ നിന്ന് പുറത്ത് കടത്തിയെന്ന് പറയാം. ആ വില്ലേജിനകത്ത് പെട്ടിരിക്കുന്ന ആളുകളൊക്കെ അവിടെ തന്നെ തമ്മിലടിച്ചും അവിടെ എത്തുന്ന ആളുകളുമായി ഏറ്റുമുട്ടിയൊക്കെ മരണത്തെ വരിക്കുകയാണ് പതിവ്. അതിനെ ഇതാ മറികടന്നിരിക്കുകയാണ് ആ വില്ലേജ് ചീഫും അതുപോലെ ഹോങ് യു. മാർക്കിനോട് സംസാരിക്കുമ്പോൾ ആ വില്ലേജ് ചീഫ് പെട്ടെന്ന് ഒന്ന് നൃത്തം ചവിട്ടി തുടങ്ങി. അയാളുടെ ബോഡി അറിയാതെ ഒന്ന് ആടിപ്പോവുകയാണ്. മാർക്ക് ആ വില്ലേജിൽ വെച്ചും അത് കണ്ടിട്ടുണ്ട്. ഏത് കാര്യം പറയുമ്പോഴും അയാൾ ചുമ്മാ ഒന്ന് ആടും. അയാളുടെ ബാക്ക് പതുക്കെ അങ്ങനെ ആടാൻ തുടങ്ങുമ്പോൾ മാർക്ക് കൗതുകത്തോടെ ഒരു കാഴ്ച കണ്ടു. ആ
ആ വില്ലേജ് ചീഫിന്റെ പുറകിൽ 18 സെയിൻലി ഹാർട്ടുകൾ അങ്ങനെ നൃത്തം കളിക്കുകയാണ്. ഈ വില്ലേജ് ചീഫ് യഥാർത്ഥത്തിൽ ഈ സെയിൻലി കിങ്ഡത്തിൽ ജനിച്ചു വളർന്ന കക്ഷിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ ബോഡിയിൽ ഒരു കാരണവശാലും ഈ സെയിൻലി ഹാർട്ട് ഒട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ സെയിൻലി ഹാർട്ട് ആ ബോഡിയുമായി ചേരുകയോ ചെയ്യില്ല. അത്തരം ഒരു ധാരണയാണ് മാർക്കിന് ഉണ്ടായിരുന്നത്. പക്ഷേ വില്ലേജ് ചീഫിന്റെ ബോഡിയിൽ ഇതാ 18 ഹാർട്ടുകൾ. മാർക്ക് ആ ഹാർട്ടിലേക്ക് നോക്കുന്ന കണ്ടതും ഹോങ്യു മാർക്കിനോട് പറഞ്ഞു, ബിഗ് ബ്രദർ, അടുത്ത ഈ സെയിൻലി കിങ്ഡത്തിന്റെ ഹോളിലോട്ട് ആകുന്നത് വില്ലേജ് ചീഫാകും. കണ്ടില്ലേ അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഇത്രയേറെ സെയിൻലി ഹാർട്ടുകൾ വന്നിരിക്കുന്നത്. 81 ഹാർട്ടുകൾ ആദ്യം ആരുടെ കൈവശം എത്തുന്നു അയാളായിരിക്കും അടുത്ത ഹോളിലോട്ട്. ആ കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് 18 എണ്ണമാണ് ആ വില്ലേജ് ചീഫിന്റെ കൈവശം എത്തിയിരിക്കുന്നത്. വില്ലേജ് ചീഫ് ശരിക്കും നൃത്തം കളിക്കുമ്പോൾ മാർക്ക് വില്ലേജ് ചീഫിനെ പിടിച്ചു നിർത്തി. അങ്ങനെ നിർത്തിയിട്ട് മാർക്ക് ചോദിച്ചു, ചീഫ്, എന്താ സംഭവം? ഇതെങ്ങനെയാ ഈ ഹാർട്ടുകൾ അങ്ങേക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, നീ നൽകിയ ആ ഓർഡർലെസ് സീഡ് ഞങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുറത്തുണ്ടായിരുന്ന ആ ശാപം മാറി എന്നുള്ള ഒരു വിശ്വാസമാണുള്ളത്. വില്ലേജ് ചീഫും ഹോങ് യുക്കെ മാർക്കിനോട് അതുകൊണ്ട് തന്നെ വല്ലാതെ കടപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് അന്ന് ആ ഫ്ലവർ ഗാനയുടെ ബന്ധുവിന് പിടിച്ചെടുത്ത സീഡ് വെറുതെ ഇവർക്ക് കൊടുത്തതാണ്. ശരിക്കും അതുകൊണ്ട് മാർക്കിന് വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് മാർക്ക് ആ വിത്ത് കൊടുത്തത്. പക്ഷെ ആ വിത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിരിക്കുകയാണ്. ഈ സംഘം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എംബ്രിയോ കൈയൊന്ന് ഉയർത്തി. എംബ്രിയോ ഇടത് കൈയൊന്ന് ഉയർത്തിയതും സകല ആളുകളും നിശബ്ദരായി. പൂർണ്ണ നിശബ്ദത. ശരിക്കൊരു വല്ലാത്ത ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത എന്ന് വേണമെങ്കിൽ മകനെ വിളിക്കാം. ഒരു ഇല ഒന്ന് അനങ്ങിയപ്പോലും എല്ലാവരും അറിയും. അത്ര നിശബ്ദതയാണ്. മാർക്കും അവർക്കൊപ്പം നിശബ്ദമായി ചുറ്റുപാട് നിരീക്ഷിക്കുമ്പോൾ പതുക്കെ അവർക്ക് ചുറ്റുമായി ആ കറുത്ത പുകയുടെ അളവ് കൂടുന്നത് പോലെ മാർക്കിനൊരു തോന്നൽ. ശബ്ദമൊന്നും ജനിപ്പിക്കാതെ ഒരു കറുത്ത പുക അവർക്ക് ചുറ്റുമായി അങ്ങനെ കൂടിക്കൂടി വരികയാണ്. മാർക്ക് എന്താണ് സംഭവം എന്നറിയാതെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ സോൾബായുടെ വാള് മാർക്കിനെതിരെ പാഞ്ഞു വന്നു. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ തൊട്ടടുത്തുകൂടി ആ വാളങ്ങ് കടന്നു പോവുകയാണ്. സോൾബായുടെ വാള് പെട്ടെന്ന് മാർക്കിന്റെ മുന്നിലൂടെ കടന്നുപോയതും മാർക്കിന്റെ കണ്ണുകൾ അറിയാതെ തിരിഞ്ഞു. ആ വാളിന് നേരെയാണ് തിരിയുന്നത്. മാർക്കിന്റെ കണ്ണുകൾ ആ വാളിനെ ഫോളോ ചെയ്തതും മാർക്ക് ആ കാഴ്ച കണ്ടു. മാർക്കിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറി ഒരാള് ആ വാളിന്റെ ആക്രമണത്താൽ താഴെ വീഴുന്നത്. ശരിക്കും ആ വാള് ആ ആളിന്റെ പുറത്തുകൂടി അങ്ങനെ കയറി പോവുകയായിരുന്നു. ആ വ്യക്തിയുടെ പുറത്തുകൂടി ആ വാളങ്ങനെ കയറിപ്പോയതും അയാളുടെ ബോഡി ശരിക്കും ആഴത്തിൽ മുറിഞ്ഞു എന്ന് പറയാം. താഴേക്ക് ആ ബോഡി വീണു. ആ വാള് അതിനിടയിൽ തിരിച്ച് സോൾബായുടെ കയ്യിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ഒരു വൃത്തം അത് ഏതാണ്ട് പൂർത്തീകരിച്ചു എന്ന് പറയാം. മാർക്ക് അമ്പരപ്പോടെ തറയിൽ വീണ ആ ആളെ ഒന്ന് നോക്കുമ്പോൾ ആ ആള് സാവധാനം എണീക്കുകയാണ്. എണീറ്റതും നഗ്ന നേത്രങ്ങൾ കൊണ്ട് വിസിബിൾ ആകുന്ന ഒരു കാഴ്ച അവരെ കണ്ടു. അവർ നോക്കി നിൽക്കേ അയാളുടെ ബോഡിയിലുണ്ടായ മുറിവ് പൂർണ്ണമായി അങ്ങ് അപ്രത്യക്ഷമായി. അയാളുടെ ബോഡിയിൽ ആ മുറിവ് അപ്രത്യക്ഷമായത് കണ്ടതും സോഡ് മാസ്റ്റർ ലിയു ബൈ ഒരിക്കൽ കൂടി ആ വാള് ആ എണീറ്റ വ്യക്തിക്ക് നേരെ ഒന്ന് തിരിച്ചതും മാർക്ക് ആ വ്യക്തിയെ കൃത്യമായി കണ്ടു. അതൊരു സോംബിയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് എംബ്രിയോയും അതുപോലെ കാങ്ങും മാർക്കിനോട് പറഞ്ഞ അതേ സോംബി. ഇവിടുത്തെ ഈ പൗരാണികരുടെ ശക്തി സൃഷ്ടിക്കുന്ന എനർജിയിൽ ഉണ്ടാക്കപ്പെടുന്ന സോംബികൾ. ആ സോംബികളിൽ ഒന്നാണ് എണീറ്റ് നിൽക്കുന്നത്. അതിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ശാന്തതയുണ്ട്. ആ ശാന്തത അതിൻ്റെ മുഖത്ത് ഒന്ന് ദൃശ്യമാകുമ്പോഴേക്കും സോഡ് മാസ്റ്റർ ലിയു ബൈയുടെ സോഡ് ആ സോംബിയെ 3 കഷ്ണങ്ങളായി അങ്ങ് മുറിച്ചു. കഴുത്ത് ഖണ്ഡിച്ച ആ സോഡ് കറങ്ങി വന്ന് ആ ബോഡിയും 2ആയി ഖണ്ഡിച്ചിടുകയായിരുന്നു. 3 ഭാഗങ്ങളെ ആ ബോഡി അങ്ങനെ വീണതും ആ സെയിന്റ് വേൾഡിലെ ഏറ്റവും ശക്തരായ സോഡ് മാസ്റ്റർമാരിൽ ഒരാളായ ഡിഗ്നാങ് പെട്ടെന്ന് ആ തറ വീണ ബോഡിക്ക് അടുത്തേക്ക് ഓടി. ആ ബോഡിക്ക് അടുത്തേക്ക് ഓടിയെത്തിയ ഡിഗ്നോങ് ചാടി ഉയർന്ന് വലത് കാലുകൊണ്ട് ആ തറയിൽ കിടക്കുന്ന തലയിൽ ആഞ്ഞൊരൊറ്റ ചവിട്ട്. അങ്ങനെ ഡിഗ്നാങ് ചവിട്ടുന്ന സമയത്ത് ആ തലയിലെ കണ്ണുകൾ ലേശ കൗതുകത്തോടെ മാർക്ക് ഉൾപ്പെടെയുള്ള ആളുകളെ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ തുറന്നു പിടിച്ച ആ കണ്ണിരിക്കുന്ന തലയിലേക്കാണ് ഡിഗ്നാങ് ആഞ്ഞ് ചവിട്ടിയത്. ആ ചവിട്ട് ആ തലയിൽ പതിച്ച നിമിഷത്തിൽ തല അങ്ങ് ചിതറി. ഈ നിമിഷത്തിൽ പക്ഷേ താഴെ വീണ ആ 2 പാർട്ടുകളും ഒന്ന് അനങ്ങിയെന്ന് മാത്രമല്ല ആ 2 പാർട്ടുകളും പെട്ടെന്ന് യോജിക്കുകയും ചെയ്തു. യോജിച്ച ആ 2 പാർട്ടുകളും
സാവധാനം പറയുന്ന എണീക്കുകയും ചെയ്തു. തലയില്ലാത്ത ഒരു ഉടല് ഇതാ അവിടെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു. അമ്പരപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ആ കാഴ്ച കണ്ട മാർക്ക് വല്ലാത്തൊരു അതിശയത്തോടെ അവിടേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആ വില്ലേജ് ചീഫ് മുന്നോട്ട് കുതിച്ചിരുന്നു. മുന്നോട്ട് കുതിക്കുന്ന വില്ലേജ് ചീഫിന്റെ ഇടത് കൈയും വലത് കൈയും ഒരു പ്രത്യേക താളത്തിൽ അനങ്ങുകയാണ്. ആ താളം വില്ലേജ് ചീഫിനും ആ തലയില്ലാത്ത ബോഡിക്കുമിടയിൽ കറുത്ത നിറത്തിലുള്ള ഒരു ഓളം ഉണ്ടാക്കി. ശരിക്കും ഒരു പുക ഇങ്ങനെ തിരയടിക്കും പോലെ ഇങ്ങനെ ഓളത്തിന്റെ ആകൃതിയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് മാർക്കിനാകെ കാണാൻ പറ്റുന്നത്. ആ വില്ലേജ് ചീഫിന്റെ കൈയുടെ ആക്ഷന്റെ ഫലമായിട്ട് വായു പതുക്കെ താഴുകയും ഉയരുകയും ചെയ്യാണ്. തിരകൾ വായുവിൽ ഉണ്ടാകുകയാണ്. കറുത്ത തിരകളായതുകൊണ്ട് വിസിബിൾ ആണെന്ന് മാത്രം. ആ തിര അതിവേഗം മുന്നോട്ട് പോയി അതിശക്തമായി ആ തലയില്ലാത്ത ബോഡിയിലേക്ക് ഇങ്ങനെ ഇടിക്കുകയാണ്. തൊട്ടുപുറകെ അടുത്ത തിര. തുരുതുര ആ തിരകൾ വന്ന് ആ തലയില്ലാത്ത ബോഡി ഇടിക്കുമ്പോൾ ആ ബോഡി തറയിൽ നിന്ന് ബാലൻസ് ചെയ്യാൻ ശരിക്കും പാടുപെടുന്നുണ്ട്. അതിൻ്റെ തലയില്ല, കഴുത്ത് മുതൽ താഴോട്ടുള്ള ഭാഗമാണ് അത് ബാലൻസ് ചെയ്യുന്നത്. ഈ സമയത്ത് ഡിങ് നാങ് മുന്നോട്ട് കുതിച്ചിരുന്നു. ഡിങ് നാങ്ങിന്റെ കയ്യിലുള്ളത് ശരിക്കും ഒരു സാബറാണ്, ഒരു ചെറിയ കത്തിയാണ്. ആ കത്തിയുമായി മുന്നോട്ട് കുതിച്ച ഡിങ് നാങ് ആ കത്തി അതിവേഗതയിൽ വായുവിലൊന്ന് കറക്കുമ്പോൾ നമ്മൾ ആ കാഴ്ച കാണുകയാണ്. ആ വായുവിലുള്ള കറക്കത്തിന്റെ ഫലമായിട്ട് ആ കത്തിയിൽ നിന്നുണ്ടായ പ്രകാശം ആ തലയില്ലാത്ത ബോഡിയുടെ പുറത്തുകൂടി തലങ്ങു വിലങ്ങു കയറി അനവധി ചെറു കഷ്ടങ്ങളായി പെട്ടെന്ന് ആ ബോഡി ചിതറി താഴെ വീണു. ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ സോഡും കത്തിക്ക് ഉപയോഗിക്കാനുള്ള ഡിങ് നാങ്ങിന്റെ ആ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ സെയിന്റ് കിങ്ഡത്തിലെ ഏറ്റവും ശക്തനായ സോഡ് മാസ്റ്റർമാരിൽ 4-മൻ എന്ന ഡിങ് നാങ്ങിനെ ആളുകൾ വെറുതെ വിളിക്കുന്നതല്ല. ആ കാഴ്ച കണ്ടതും മാർക്കിന് അങ്ങനെ പറയാനാണ് തോന്നിയത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ എംബ്രിയോ എല്ലാവരോടും പറഞ്ഞു, ഓടിക്കോ. അങ്ങനെ എംബ്രിയോ പറയുമ്പോഴേക്കും അവരെല്ലാവരും ഒരു കാഴ്ച കാണുകയാണ്. ആ എൻറ്റിയർ മേഖലയും ഇപ്പോൾ ഒരു കറുത്ത മൂടൽ മഞ്ഞിന്റെ അതിശക്തമായ ഒരു പ്രസരിപ്പിന്റെ ഭാഗത്ത് പെട്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് കറുത്ത മേഘങ്ങൾ ഉണ്ടാകുന്നത് ചോദിച്ചാൽ ഒരാൾക്കും അറിയില്ല. പക്ഷെ ആ മേഘങ്ങൾ പെട്ടെന്ന് ആ എൻറ്റിയർ മേഖല അങ്ങ് വളയുകയാണ്. അതിശക്തമായി ആ മേഘങ്ങൾ വളയുന്ന കണ്ട മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വില്ലേജ് ചീഫും ആ കുട്ടിയും ഹോങ്യുവും ഇല്ല. മറുഭാഗത്തുണ്ടായിരുന്ന ഡിങ് നിങ്ങുമില്ല, സോഡ് മാസ്റ്റർ ലിയു ബായിയുമില്ല. അതുപോലെ തന്നെയാണ് ആ ഡിവൈൻ എംബ്രിയോ യുവും അയാൾക്കൊപ്പമുള്ള ആ ചെറുപ്പക്കാരനും. സകലരും അവിടുന്ന് പിന്മാറിയിരിക്കുകയാണ്, എവിടേക്കോ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ മാർക്ക് മാത്രമാണ് അവിടെ ഉള്ളത്. മാർക്കിന് എങ്ങോട്ടാണ് ഓടിപ്പോകേണ്ടതെന്ന് അറിയത്തുമില്ല. മാർക്ക് അവിടെ എത്തിയിരിക്കുന്നത് ഫാറ്റി സിധുവിനെയും അതുപോലെ ലിയുവിനെയും രക്ഷിക്കാനാണ്. ലിയുവിനെ രക്ഷിക്കണമെന്ന് മാർക്കിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് ഒരു സന്യാസിയാണ്. ആ സന്യാസി മാർക്കിന് ആ ബ്രേസ്ലെറ്റുകൾ കൊടുത്ത് രക്ഷിച്ച കക്ഷി കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് മാർക്ക് ലിയുവിനെ തേടി എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് തനിക്ക് ചുറ്റുമുള്ള മുഴുവൻ ആളുകളും അപ്രത്യക്ഷമായതും മാർക്ക് ശരിക്കും ഒന്ന് അമ്പരുന്നു എന്ന് പറയാം. മാർക്ക് ഫെല്ലർ ചുറ്റും നോക്കുമ്പോൾ മാർക്ക് ഒരു കാഴ്ച കാണുകയാണ്. നേരത്തെ തലയേറ്റ് അനവധി കഷ്ടങ്ങളായി വീണ ആ ജനറലിനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ ഒരു 1/2 ഡസൻ ജനറൽമാർ മാർക്കിന്റെ കണ്ണ് തറയ്ക്കുന്ന മേഖലകളിലായി മാർക്കിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്കിന്റെ ചുറ്റുമായി 1/2 ഡസനോളം ജനറൽമാർ അണിനിരുന്നതും മാർക്കിന്റെ പുറത്ത് അനുഭവപ്പെടുന്ന പ്രഷറിന്റെ അളവ് പെട്ടെന്ന് അങ്ങ് വർദ്ധിച്ചു. ശരിക്കും മാർക്കിനും അവർക്കുമിടയിൽ ശക്തമായ കറുത്ത മൂടൽമഞ്ഞുണ്ട്. പക്ഷെ ആ മൂടൽമഞ്ഞ് ഇപ്പോൾ ലെയറുകളായി മാറിയിരിക്കുകയാണ്. ഒരു ലെയർ മൂടൽമഞ്ഞ് മാർക്കിന്റെ പുറത്ത് തട്ടുമ്പോൾ അതിനെ സ്പർശിച്ച് അടുത്ത ലെയർ, അതിനെ സ്പർശിച്ച് അടുത്ത ലെയർ, അങ്ങനെ 6 ലെയർ. 6 ജനറൽമാരും ആ മൂടൽമഞ്ഞുമായി കണക്ഷൻ ആണെന്ന് അത് കണ്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. പക്ഷെ ആ ലെയറുകൾ മാർക്കിന്റെ മുകളിലേക്ക് ശരിക്കും ശക്തമായ പ്രഷർ കൊണ്ടുവരുന്ന അതേ നിമിഷത്തിൽ മാർക്ക് ഒരു കാര്യം കൂടെ കണ്ടു. മാർക്ക് നിൽക്കുന്ന സ്ഥലത്തിന് മുകളിലെ ആകാശത്ത് മഴവില്ലിന്റെ നിറത്തോടുകൂടി മേഘങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടായിരിക്കുന്നതാണ് മാർക്ക് കണ്ടത്. ശരിക്കും അതിശക്തമായ ഒരു മഴവിൽ പ്രകാശം താഴേക്ക് വരികയാണ്. ആ ഹെവൻ ബ്യൂറൽ കേവ് അതിശക്തമായ അതിന്റെ 2ാമത്തെ ശക്തി കൂടി റിലീസ് ചെയ്തിരിക്കുകയാണ്, ഓറ. ശരിക്കും മഴവിൽ നിറത്തുള്ള ഒരു ഓറ താഴേക്ക് അങ്ങനെ വ്യാപിച്ചു വരുമ്പോൾ വൻതോതിലുള്ള പ്രഷർ മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. ഈ സമയത്ത് ആ ജനറൽമാരുടെ പുറകിലോട്ടായി വേറെയും ഒരുപാട് ജനറൽമാരെ മാർക്ക് കാണുന്നുണ്ട്. ജനറൽമാർ പെട്ടെന്ന് ശൂന്യതയിൽ നിന്ന് പൊട്ടി മുളയ്ക്കുകയാണ്. ആ ജനറൽമാരെ കൊന്നാൽ അവരുടെ ബോഡിയിൽ നിന്ന് അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് സ്റ്റോണും അതുപോലെ ആ ഗോഡ് സോഴ്സുകൾ ലഭിക്കുമെന്ന് നേരത്തെ കാങ് മാർക്കിനോട് പറഞ്ഞിരുന്നു. നേരത്തെ ആ ജനറലെ അങ്ങനെ
കൊന്നപ്പോൾ പക്ഷെ അങ്ങനെ ഒന്നും അവരാരും കണ്ടില്ല. അത് കാണാനുള്ള അവസരം ആർക്കും കിട്ടിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. പെട്ടെന്ന് അവിടെ അന്തരീക്ഷമാകെ മാറി മറിയുകയായിരുന്നു. മാർക്ക് ചുറ്റും നോക്കുമ്പോൾ തനിക്ക് നേരെയുള്ള പ്രശ്നം ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ കൂടി വരുന്ന കണ്ടതും മാർക്ക് കാലുയർത്തി തറയിൽ ആഞ്ഞൊരൊറ്റ ചവിട്ട്. അതിശക്തമായ ആ ചവിട്ട് തറയിൽ പതിച്ച ആ നിമിഷത്തിൽ മാർക്ക് ചവിട്ടിയ ആ പോയിന്റിൽ നിന്ന് ഒരു സ്പൈഡർ വെബ് ഉണ്ടായി വരികയാണ്, ഒരു ചിലന്തി വല. ശരിക്കും അനവധി തരംഗങ്ങളുടെ ഒരു ചിലന്തി വല എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ചുറ്റും ആ തരംഗം ഇങ്ങനെ പടരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ തരംഗങ്ങൾ ആ ജനറൽമാർ നിൽക്കുന്ന മേഖലയിലേക്ക് വരികയാണ്. ആ ജനറൽമാരുടെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. അവരുടെ ബോഡിയിലേക്ക് ആ തരംഗങ്ങൾ ഇങ്ങനെ ഇടിച്ചു കയറുന്ന ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി അതിശക്തമായ പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. മുകളിൽ നിന്നുള്ള പ്രഷറിന്റെ അളവ് കൂടുകയാണ്. അതേ സമയത്ത് വശങ്ങളിൽ നിന്ന് വരുന്ന ആ പ്രഷറിന്റെ അളവ് കൂടുമ്പോൾ ലെയറുകളുടെ എണ്ണം കൂടുകയാണ്. മാർക്കിനെ പ്രസ് ചെയ്യുന്ന ആ കറുത്ത മൂടൽ മഞ്ഞിന്റെ ലെയറുകളുടെ എണ്ണം അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ലെയറുകൾ ഇപ്പോൾ മാർക്കിനെ പ്രഷർ ചെയ്തു എന്ന് പറയാം. തനിക്ക് അനുഭവപ്പെടുന്ന പ്രഷർ കൂടിയതും മാർക്ക് ഫെല്ലർ വലത് കൈ ഉയർത്തി ഒരൊറ്റയിടി. പെട്ടെന്ന് മാർക്കിന്റെ വലത് കൈയിൽ നിന്ന് നല്ല വെളുവെളുത്ത ഒരു പ്രകാശം ആ മാർക്കിനെ പ്രസ് ചെയ്യുന്ന ആ മൂടൽ മഞ്ഞിലേക്ക് ഇടിച്ചിങ്ങ കയറി. അതിശക്തമായ പ്രകാശം മാർക്കിന്റെ ബോഡിയിലെ മിൽക്കി വേ പവറാണ്. മാർക്ക് ഈ സെയിൻലി കിങ്ഡത്തിൽ നിന്ന് നേടിയ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പവറാണ് ആ മിൽക്കി വേ പവർ. ആ മിൽക്കി വേ പവർ അതിശക്തമായി തൊട്ടു മുന്നിലുള്ള ആ മൂടൽ മഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് അവിടെ ഒരു പാത്ത് സൃഷ്ടിക്കുന്ന അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ തൊട്ടടുത്തേക്ക് മുകളിൽ നിന്നുള്ള ഓറ എത്തിക്കഴിഞ്ഞു. മുകളിൽ നിന്നുള്ള ഓറ തന്റെ തലയ്ക്ക് മുകളിലേക്ക് എത്താറായി എന്ന് മനസ്സിലാക്കിയ മാർക്ക് കൈ ഒന്ന് അനക്കിയതും മാർക്കിന് ചുറ്റുമായി ആ പവർ ഓഫ് ക്രിയേഷൻ ആക്ടിവേറ്റ് ആയി. ആ പവർ ഓഫ് ക്രിയേഷൻ ശരിക്കും ശക്തമായ ഒരു പ്രഷർ ചുറ്റും ഉണ്ടാക്കുകയാണ്. ആ പ്രഷർ മാർക്കിന്റെ മുകളിലേക്ക് പാഞ്ഞു വരുന്ന ആ ഓറ ഉയർത്തുന്ന പ്രഷറിനെയും മാർക്കിന്റെ ബോഡിയിലേക്ക് വശങ്ങളിലൂടെ പ്രസ് ചെയ്യുന്ന ആ ഇരുണ്ട നിറത്തിലുള്ള മൂടൽമഞ്ഞ് സൃഷ്ടിക്കുന്ന പ്രഷറിനെയും ഒരുമിച്ച് തടുക്കാൻ ശ്രമിക്കുകയാണ്. അതേ സമയത്ത് തന്നെ മാർക്ക് ഫെല്ലറുടെ ഇടത് കൈയിൽ ശക്തമായ ഒരു ചുവന്ന പ്രകാശം വന്നു. മാർക്കിന്റെ ബോഡിക്കുള്ളിൽ നിന്ന് ആ പ്രകാശം ഓട്ടോമാറ്റിക്കായിട്ട് ഇടത് കൈ വഴി പുറത്തേക്ക് ചാടി എന്ന് പറയാം. അത് മാർക്കിന്റെ ഉള്ളിൽ മാർക്ക് സൂക്ഷിക്കുന്ന ആ നൈറ്റ് എനർജിയാണ്. ആ മൈനുകൾക്കകത്ത് നിന്ന് മാർക്ക് സ്വന്തമാക്കിയ ഇടത് കൈയിലൂടെ ആ നൈറ്റ് എനർജിയും വലത് കൈയിലൂടെ ആ വെളുത്ത മിൽക്കി വേ പ്രകാശം മുന്നോട്ട് പാതകൾ വെട്ടി തുറക്കുകയാണ്. അതേസമയത്ത് മാർക്കിന്റെ എൻറ്റയർ ബോഡിക്ക് ചുറ്റും ആ പാത്ത് ഓഫ് ക്രിയേഷന്റെ പവറുണ്ട്. മാർക്കിനെ ഇപ്പോ മൂവ് ചെയ്യാൻ പറ്റും. മാർക്ക് ആ നിമിഷത്തിൽ ആ ലിംബോ ആക്ടിവേറ്റ് ചെയ്ത് ആ സ്ഥലത്ത് നിന്ന് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയാണ്. മാർക്ക് മൂവ് ചെയ്യുമ്പോൾ ആ രണ്ട് പ്രതിഭാസങ്ങളും ശരിക്കും അമ്പരപ്പോടെ ആ കാഴ്ച കാണുകയാണ്. അവരുടെ മുഴുവൻ ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഓറ വഴിയും ആ മേഘങ്ങൾ വഴിയും മാർക്കിനെ അവസാനിപ്പിക്കാനായി ആ ജനറൽമാർ ഒരു ശ്രമം നടത്തപ്പോഴാണ് വെളുത്ത പ്രകാശവും അതുപോലെ ചുവന്ന പ്രകാശവും സൃഷ്ടിച്ചുകൊണ്ട് ഒരു പാത്ത് മാർക്കിന് മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പാത്തിലൂടെയാണ് മാർക്കിന്റെ മുന്നിട്ടുള്ള യാത്ര. മാർക്കിന്റെ ആ ബോഡിക്ക് ചുറ്റുമുള്ള ആ പ്രകാശത്തിന്റെ അളവ് ശ്രദ്ധിച്ച് ആ ഹെവൻലി ബിറുൽ കേവ് ശരിക്കും അടുത്ത അളവ് ഇറക്കിയെന്ന് പെട്ടെന്ന് മാർക്കിന് മനസ്സിലായി. പെട്ടെന്നാണ് മാർക്കിന് ചുറ്റും ഒരു ഘൂങ്കാര ശബ്ദമുണ്ടായത്. ആ ശബ്ദത്തോടൊപ്പം ചുറ്റുമുണ്ടായിരുന്ന ആ മൂടൽ മഞ്ഞ് ഒന്ന് കറങ്ങി തുടങ്ങി. ശരിക്കും അതിനൊന്ന് ട്രിഗർ ചെയ്തതാണ് ആ ശബ്ദം. ആ ശബ്ദം ആ മൂടൽ മഞ്ഞിനെ ട്രിഗർ ചെയ്തപ്പോൾ പെട്ടെന്ന് ആ പുക മാർക്കിന് ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോൾ മാർക്കിന്റെ മുന്നോട്ടുള്ള പോക്ക് തികച്ചും തടസ്സപ്പെടുകയാണ്. അതിശക്തമായി ആ കറുത്ത പുക മാർക്കിന് ചുറ്റും ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഒരു ചുഴി ഇങ്ങനെ മാർക്കിന് ചുറ്റും ഉണ്ടാവുകയാണ്. കറുപ്പല്ലാതെ ഒന്നും കാണാനില്ല. കുറ്റാ കൂരിരുട്ടെന്നൊക്കെ പറയും പോലെ മാർക്കിന് ചുറ്റും ആ കൂരിരുട്ടത്ത് ആ മൂടൽ മഞ്ഞിങ്ങനെ കറങ്ങുമ്പോൾ മാർക്കിന്റെ കൈ സൃഷ്ടിക്കുന്ന ആ വെളുത്ത പ്രകാശവും ആ ചുവന്ന പ്രകാശവും ആ കറങ്ങുന്ന ചുഴിക്കുള്ളിൽ ഒരു വല്ലാത്ത രംഗമാണ് സൃഷ്ടിക്കുന്നത്. അതാ കറങ്ങുന്ന ചുഴിയിൽ ഒരു മേഖലയിൽ മാത്രം ഒരു പ്രകാശം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മാർക്കിന്റെ ബോഡിക്കുള്ളിൽ നിന്ന് പെട്ടെന്നാണ് ഒരു തീ പുറത്തേക്ക് ചാടുന്നത്. ആ തീ മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് പാഞ്ഞു വന്ന് മാർക്കിന്റെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിച്ചു. പ്രമോഡിയൽ ഫ്ലെയിം എന്ന് മാർക്ക് വിളിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായ തീകളിൽ ഒന്ന് മാർക്കിന്റെ ആ ഉള്ളം കൈയിലേക്ക് വന്നു. പെട്ടെന്ന് ആ ഉള്ളം കൈയിലെ തീ മാർക്കിന് ചുറ്റും ഒരു തീ ഗോളമായി മാറി. ശരിക്കും ഒരു അമ്പരപ്പിക്കുന്ന തീഗോളം. ആ തീഗോളം മാർക്കിന് ചുറ്റും ഉണ്ടായ ആ നിമിഷത്തിൽ ആ തീഗോളത്തിന്റെ വ്യാപ്തി അങ്ങ് വർദ്ധിക്കുകയാണ്. മാർക്ക് ഫെല്ലർ മുന്നോട്ട് നടക്കുമ്പോൾ ആ തീഗോളം പെട്ടെന്ന് അങ്ങ് വലുതായതും മാർക്കിന്റെ ഏകദേശം ഒരു 10-15 അടി വ്യത്യാസത്തിലുണ്ടായിരുന്ന ആ ജനറൽമാർ ആ നിമിഷത്തിൽ കരിഞ്ഞ് കരിക്കട്ടകളായി താഴെ വീണു. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ
ശക്തമായ ആ പ്രിമോഡിയൽ ഫ്ലെയിം അവരെ ഇല്ലാതാക്കിയെന്ന് പറയാം. അവർ താഴേക്ക് വീഴുമ്പോൾ മാർക്ക് ഒരു കാഴ്ച കണ്ടു. നല്ല തിളങ്ങുന്ന കല്ലുകൾ അവര് വീണ സ്ഥലങ്ങളിൽ വീണ് കിടക്കുകയാണ്. ആ കല്ലുകൾ എടുക്കണമെന്നോ ആഗ്രഹത്തോടെ മാർക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ ഏകദേശം 100ഓളം വരുന്ന ജനറൽമാർ മാർക്കിനെ പിന്നെയും അങ്ങ് വളഞ്ഞു കഴിഞ്ഞു. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ പ്രിമോഡിയൽ ഫ്ലെയിം മാർക്കിന്റെ പൂർണ്ണമായ ശക്തി എടുത്തിട്ടാണ് മാർക്ക് ആ ശൈലിയിൽ നിലനിർത്തുന്നത്. ആ ശൈലിയിൽ അധികം നേരം മാർക്കിന് ആ ഫ്ലെയിമുകളെ നിലനിർത്താൻ പറ്റില്ല. അങ്ങനെ നിലനിർത്തിയാൽ മാർക്ക് അവിടെ അവസാനിക്കും. മാർക്കിന്റെ ബോഡിയിലെ എൻറ്റയർ ഊർജ്ജത്തെയും മാർക്ക് തീയായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ പ്രിമോഡിയൽ ഫ്ലെയിം അവിടെയുള്ള ജനറൽമാരെ ഒന്നൊന്നായി കൊന്നുടക്കുമ്പോൾ കുറച്ച് ദൂരെ മാറി ഈ കാഴ്ച സശ്രദ്ധം വീക്ഷിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ ഒരാളെ നമ്മൾ അറിയും. അത് സാക്ഷാൽ ഇമോർട്ടൽ ക്രെയിനാണ്. ഇമോർട്ടൽ ക്രെയിൻ അയാളുടെ ഒറിജിനൽ ബോഡിയിൽ അയാളുടെ സെയിൻറ്റ്ലി കിങ്ഡത്തിൽ നിന്ന് ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിൽ എത്തിയിരിക്കുകയാണ്. സെയിന്റുകൾ അവരുടെ ഒറിജിനൽ ബോഡിയിൽ തന്നെ ഈ മിസ്റ്റീരിയസ് സെയിൻറ്റ്ലി കിങ്ഡത്തിലേക്ക് വരാനുള്ള ഒരു ധൈര്യം ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇമോർട്ടൽ ക്രെയിന്റെ തൊട്ടടുത്ത് ഒരാള് അക്ഷോഭിനായി മാർക്ക് ഫെല്ലറത്തിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് സാക്ഷാൽ ശ്രീറാമാണ്. ശ്രീറാം 2 കൈകളും പുറകിൽ കെട്ടി മുന്നിൽ കാണുന്ന ആ രംഗത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവർക്ക് അരികിലായി സ്ത്രീ വേഷത്തിൽ സാക്ഷാൽ വെർമീലിയൻ ബേർഡ് ഉണ്ട്. വെർമീലിയൻ ബേർഡ് ഇമോർട്ടൽ ക്രെയിനോട് പറഞ്ഞു, ഇവർ ഔട്ട് ആ ജനറൽമാരെ ആ മാർക്ക് എന്ത് വേഗത്തിലാ അവസാനിപ്പിച്ചത്. അങ്ങനെ വെർമീലിയൻ ബേർഡ് പറയുമ്പോൾ ശ്രീറാം ഇമോർട്ടൽ ക്രെയിനോട് പറഞ്ഞു, ഞാൻ ഒന്ന് മുന്നോട്ട് നീങ്ങാൻ പോവുകയാണ്. ശ്രീറാം, ആ ജനറൽമാരെ നേരിടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, അതെനിക്കറിയാം. പക്ഷേ അങ്ങനെ നേരിട്ടാലല്ലേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അങ്ങനെ ശ്രീറാം പറഞ്ഞതും ഇമോർട്ടൽ ക്രെയിൻ അർത്ഥഗർഭമായി ഒന്ന് ശ്രീറാമിനെ നോക്കി. അതിനുശേഷം ഇമോർട്ടൽ ക്രെയിൻ കൈയൊന്ന് ഉനക്കി ശ്രീറാമിന് പെർമിഷൻ കൊടുത്തു. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ശ്രീറാം അതിവേഗതയിൽ ആ ജനറൽമാരുള്ള മേഖലയിലേക്ക് നീങ്ങി. ഒരുപാട് ജനറൽമാർ ആ ഗുഹയ്ക്ക് ചുറ്റുമായി ഉണ്ട്. മാർക്ക് നിൽക്കുന്ന ഭാഗത്തുള്ളതുപോലെ ജനറൽമാർ ഇപ്പോൾ ശ്രീറാം പോയ ഭാഗത്തേക്കും ഉണ്ട്. ശ്രീറാം ആ ജനറൽമാർക്ക് നേരെ നടന്നു വരികയാണ്. ജനറൽമാരുടെ ബോഡിയിൽ നിന്ന് ശക്തമായ പ്രഷർ അവിടേക്ക് നടന്നു വരുന്ന ഏതൊരാളുടെ പുറത്തും അനുഭവപ്പെടും. ശരിക്കും അവിടേക്ക് വരുന്ന ആളിനെ വലിച്ചു കീറി കഷ്ണങ്ങളായി ചിതറിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രഷറാണ് ആ ജനറൽമാർ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. പക്ഷേ ശ്രീറാം അക്ഷോഭ്യനായി ആ ജനറൽമാര് നേരെ നടക്കുകയാണ്. വെർമിലിയൻ ബേർഡിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് സാക്ഷാൽ ബ്ലാക്ക് ടോർട്ടോയ്സ്. അതുപോലെ അഷു ഡ്രാഗണും ഉണ്ട്. പിന്നെയും പുറകിലായി വൈറ്റ് ടൈഗറും ഉണ്ട്. അവരൊക്കെ ആ ഇമോർട്ടൽ ക്രെയിന്റെ ഏറ്റവും അടുത്ത അനുയായികളാണ്. അവരെല്ലാവരും വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ഇടതു ഭാഗത്തേക്ക് പോയിരിക്കുന്ന ശ്രീറാമിനെയും വലതു ഭാഗത്തുള്ള മാർക്ക് ഫെല്ലറെ നോക്കുകയാണ്. 2 മനുഷ്യന്മാർ ഇത് ഈ സെയിൻറ്റ്ലി വേൾഡിലെ ഏറ്റവും ശക്തമായ ക്രീച്ചേഴ്സ് എന്ന് വിളിക്കാൻ കഴിയുന്ന ആ ജനറൽമാരെ നേരിടുകയാണ്. മാർക്ക് തന്റെ ബോഡി മുഴുവൻ കത്തിച്ചുകൊണ്ട് ചുറ്റുമുള്ള മുഴുവനെ ചാമ്പലാക്കുമ്പോൾ ഇവിടെ ശ്രീറാം മറ്റൊരു കാഴ്ചയാണ് കാഴ്ചവെക്കുന്നത്. ശരിക്കും ശ്രീറാമിന്റെ 2 കരങ്ങളും ശ്രീറാം നന്നായി ഉപയോഗിക്കുകയാണ്. തന്റെ മുന്നിലേക്ക് വരുന്ന ജനറൽമാരെ ശ്രീറാം ആഞ്ഞെന്ന് ഇടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും കൂടം കൊണ്ട് ആഞ്ഞിടിക്കുമ്പോൾ ശ്രീറാമിന്റെ ശക്തമായ ഇടിയിൽ ആ ജനറൽമാർ ശരിക്കും ചിതറുകയാണ്. ശരിക്കും വിശ്വസിക്കാനാവാത്ത ഒരു പവർ ശ്രീറാമിന്റെ ആ ഓരോ പഞ്ചിനുമുണ്ട്. കൂടം കൊണ്ട് പാലിൽ ആഞ്ഞിടിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം ആ ജനറൽമാരുടെ ബോഡിയിലേക്ക് ശ്രീറാമിന്റെ കൈ പതിക്കുമ്പോൾ കേൾക്കുകയാണ്. ഒരു ഭാഗത്ത് ആ കാഴ്ച അങ്ങനെ നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ഈ കാഴ്ച വീക്ഷിക്കുന്ന വേറെയും ആളുകളുണ്ട്. അത് ആലിസ്റ്റർ കുടുംബത്തിലെ ആളുകളാണ്. ആലിസ്റ്റർ കുടുംബത്തിലെ ആളുകൾ അങ്ങനെ വീക്ഷിക്കുമ്പോൾ കുറെ കൂടി മാറി മറ്റൊരു സ്ഥലത്ത് ഒരു മാസ്ക് വെച്ചുകൊണ്ട് ഒരു സ്ത്രീ മാർക്ക് ഫെല്ലറുടെയും ശ്രീറാമിന്റെയും ആ യുദ്ധം വീക്ഷിക്കുന്നുണ്ട്. അത് സാക്ഷാൽ സിമ്രാനാണ്. ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ഒരു കഷ്ണം സ്വന്തമാക്കിയ അതേ സിമ്രാൻ. ആ 10 അനിലേഷൻ എന്ന ആ സ്പെൽ മാർക്കിനൊപ്പം ആ ആയുധങ്ങൾ ശേഖരിച്ചിരിക്കുന്ന ഡീമൻ സൈലന്റ് വാലിൽ നിന്ന് സ്വന്തമാക്കിയ അതേ സിമ്രാൻ. ഗോഡ് സ്ലേയിങ് ഡിവിഷന്റെ ഭാഗമായി സിമ്രാൻ ആ മുഖമൂടി ധരിച്ചുകൊണ്ട് കൗതുകത്തോടെ മാർക്കിന്റെ ആ യുദ്ധം വീക്ഷിക്കുകയാണ്. ഇതുപോലെ തന്നെ വില്ലേജ് ചീഫും ആ എംബ്രിയോയും ആ സോഡ് മാസ്റ്ററും ഡിങ് നാങ്ങും ഒക്കെ പല സ്ഥലത്തുനിന്നായി ഈ സംഭവങ്ങൾ വീക്ഷിക്കുകയാണ്. ഇവർക്ക് പുറമെ വേറെയും ആളുകൾ അവിടേക്ക് ഉണ്ട്. അവരൊക്കെ ജനറൽമാരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ശരിക്കും അതിശക്തമായ യുദ്ധം എല്ലാ തലങ്ങളിലും നടക്കുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ നിന്ന് ഒരു കാക്ക പുറത്തേക്ക് പറന്നു. 3 കണ്ണുകളുള്ള കാക്ക. ശരിക്കും ആ കാക്ക മാർക്കിന്റെ ഉള്ളിലെ ആ നൈറ്റ് എനർജിയാണ്. 3 കണ്ണുകളുള്ള ആ കാക്ക ശക്തമായി മുന്നോട്ട് പറന്ന അതേ നിമിഷത്തിൽ മാർക്കിന് ചുറ്റുമുള്ള ആ പ്രഷർ ആ നിമിഷം ചിതറുകയാണ്. ശരിക്കും സ്ഫടികം ചിതറും പോലെയാണ് മാർക്ക് ആ നൈറ്റ് എനർജിയെ പുറത്തേക്ക് കാക്കയുടെ രൂപത്തിൽ വിട്ടതും ചിതറിയത്. ശക്തമായി ആ കാക്ക മുകളിലേക്ക് അങ്ങ് പറന്നു ഉയർന്നതും മുകളിലുണ്ടായിരുന്ന ഓറ 2ആയി വിണ്ടുകീറി. ആ നിമിഷത്തിൽ സാക്ഷാൽ ഡിങ് നാങ് മുന്നോട്ട് കുതിക്കുന്നതിന് ചെയ്തു. ഡിങ് നാങ് എന്ന ആ വ്യക്തിയുടെ സോൾ കപ്പാസിറ്റി അത് പൂർണ്ണമായും വെളിവാകുന്ന ഏതാനും മിനിറ്റുകളാണ് തുടർന്ന് അവിടെ ഉണ്ടായത്. ഡിങ് നാങ് ആ തകർന്ന ഓറയ്ക്കുള്ളിലൂടെ താഴേക്ക് പാഞ്ഞു വരുമ്പോൾ അയാളുടെ കയ്യിൽ ആ സോഡ് ശക്തമായി അന്തരീക്ഷത്തിൽ ആഞ്ഞു വീശുന്നുണ്ട്. അയാൾ അങ്ങനെ വീശുമ്പോൾ ആകാശത്തുള്ള മഴവിൽ നിറത്തുള്ള മേഘങ്ങളൊക്കെ കഷ്ണം കഷ്ണങ്ങളായി ചിതറുന്നുണ്ട്. അതിനിടയിലൂടെ ഏറ്റവും മുകളിൽ നിന്ന് പ്രകാശം താഴേക്ക് വീണു തുടങ്ങി. ആ പ്രകാശം താഴേക്ക് വീഴുന്നതിനൊപ്പമാണ് ഡിങ് നാങ് താഴേക്ക് എത്തുന്നത്. താഴേക്കെത്തിയ ഡിങ് നാങ് ശരിക്കും അന്തരീക്ഷത്തിലൂടെ പറന്ന് ആ ജനൽമാരെ ആഞ്ഞു വെട്ടുകയാണ്. ഈ സമയത്ത് മറുഭാഗത്ത് ശ്രീറാമിന്റെ ആ ഉരുക്ക് മുഷ്ടികളും ഈ ജനൽമാരും തമ്മിലുള്ള ഫൈറ്റ് നടക്കുകയാണ്. മാർക്കാണെങ്കിൽ ആ ജ്വാലയുമായി മുന്നോട്ട് നീങ്ങുകയാണ്. മാർക്കിന് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ചെയ്യണം. പെട്ടെന്നാണ് സകലരും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ആ ജനറൽമാരുടെ കപ്പാസിറ്റി അങ്ങ് വർദ്ധിച്ചത്. സകല ജനറൽമാരുടെയും ആ ശക്തി പെട്ടെന്ന് വർദ്ധിച്ചതും ജനറൽമാരും അവിടെ ആ ജനറൽമാരെ തോൽപ്പിച്ച് ആ സ്റ്റോണുകളും ഗോഡ് സോഴ്സും എടുക്കാൻ വന്ന ആളുകളും തമ്മിലുള്ള ആ യുദ്ധം ഒന്ന് കടുത്തു. യുദ്ധം ശരിക്കും ശക്തമായി കടുക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിവിധ മേഖലകളിൽ ആ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്ത് സിമ്രാനൊപ്പമുള്ള ആളുകളും, മറുഭാഗത്ത് സഷൽ ശ്രീറാം, മറ്റൊരു ഭാഗത്ത് മാർക്ക് ഫെല്ലർ, അതിനിടയിൽ മാർക്കിനൊപ്പമുള്ള ടീമുണ്ട്, അതുപോലെ ആലിസ്റ്ററിന്റെ ടീമുണ്ട്. സകല സ്ഥലത്തും ഈ ജനറൽമാർ വേട്ടയാടപ്പെടുകയാണ്. അതെ, വനത്തിനുള്ളിൽ മൃഗങ്ങളെ വേട്ടയാടും പോലെ ആ ജനറൽമാരെ വേട്ടയാടുകയാണ്. ആ വേട്ടയാടൽ പ്രക്രിയ അതിശക്തമായി നടക്കുകയാണ്. ഇതിനിടയിൽ മാർക്ക് ഫെല്ലറുടെ ചുറ്റുമുള്ള ജനറൽമാരുടെ എണ്ണം കൂടിയതും മാർക്ക് പുറത്തേക്ക് വ്യാപിപ്പിച്ച ആ പ്രിമോഡിയൽ ഫയർ സകല സ്ഥലവും വെന്തിരിക്കുകയാണ്. ആ പ്രിമോഡിയൽ ഫയർ സകലതും വെന്തിരിക്കുമ്പോൾ മാർക്കിന് ഇഷ്ടംപോലെ ആ കല്ലുകൾ കിട്ടുന്നുണ്ട്. അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് സ്റ്റോണും അതുപോലെ ഗോഡ് സോഴ്സ് സ്റ്റോണും. അത് രണ്ടും കളക്ട് ചെയ്യണമെങ്കിൽ മാർക്കിന് ആ തീ നിയന്ത്രിക്കണം. തീ നിയന്ത്രിക്കാനായി മാർക്കിന്റെ കയ്യിലുള്ള ആ സീക്രട്ട് സംവിധാനം ഉപയോഗിച്ചു. ഐസ് ക്രിസ്റ്റൽസ്. ഈ തീയെ നിയന്ത്രിക്കാനായി ആ ഐസ് ക്രിസ്റ്റൽ വേണം. മാർക്ക് ആ ഐസ് ക്രിസ്റ്റലുകൾ റിലീസ് ചെയ്തതും ആ ഐസ് ക്രിസ്റ്റലുകൾ അതിവേഗതയിൽ ആ എൻ്റെ തീയെ അങ്ങ് വളയുകയാണ്. ആ തീയെ ആ ഐസ് ക്രിസ്റ്റൽ വളഞ്ഞതും ആ തീ ആ ഐസ് ക്രിസ്റ്റലുകൾ അങ്ങ് ആവിയാക്കി. ആ പ്രിമോഡിയൽ തീയെ അണയ്ക്കാൻ പറ്റാത്ത ശൈലിയിൽ ആ ഐസ് ക്രിസ്റ്റലുകൾ ഇതാ ഉരുകി വെള്ളമാവുകയാണ്. ആ തീ നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ മാർക്ക് പൂർണ്ണമായും പെടും. മാർക്കിന്റെ ചുറ്റുമാണ് ആ തീ പടരുന്നത്. ആ തീക്കുള്ളിലാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ ഉള്ളത്. മാർക്ക് നിൽക്കുന്ന ഭാഗത്തു നിന്നുകൊണ്ട് ചുറ്റും നോക്കുമ്പോൾ മാർക്ക് കാണുന്ന തീ മാത്രമാണ്. ആ തീക്കപ്പുറത്ത് വളരെ ദൂരെയായി മറ്റ് ജനറൽമാർ ശരിക്കും ആ കേവ് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയെല്ലാം പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. മാർക്ക് ശരിക്കും പെട്ടതുപോലെയായി. മാർക്കിനെ ആ തീയെ നിയന്ത്രിച്ചാൽ മാത്രമേ അവിടുന്ന് പുറത്തു കിടക്കാൻ പറ്റൂ. പെട്ടെന്ന് മാർക്ക് കാലത്തറയിൽ ആഞ്ഞു ചവിട്ടിയിട്ട് ഒരൊറ്റ കുതിപ്പ് നേരെ മുകളിലേക്ക് പാഞ്ഞുയർന്ന മാർക്ക് ഫെല്ലർ മുകളിലെത്തിയതും തൻ്റെ കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചു. ശരിക്കും ഒരു വലിയ തീക്കുണ്ടത്തിന്റെ മുകളിൽ ഇപ്പോൾ മാർക്ക് അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ആ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈകളിൽ നിന്ന് അതിശക്തമായ ഒരു പ്രകാശം താഴേക്ക് പതുക്കെ വ്യാപിച്ചു തുടങ്ങി. ശരിക്കും പവർഫുള്ളായ ആ പ്രകാശം മാർക്കിന്റെ പവർ ഓഫ് ക്രിയേഷൻ വഴി ക്രിയേറ്റ് ചെയ്തതാണ്. ആ പവർ ഓഫ് ക്രിയേഷന്റെ ഭാഗമായി ആ പ്രകാശം ആ എൻ്റെ തീയും ഒന്ന് വളഞ്ഞു. ആ തീ ആ പ്രകാശം വളഞ്ഞപ്പോൾ മാർക്കിന്റെ ഇടത് കൈ ഒന്ന് ചലിച്ചു. ആ നിമിഷത്തിൽ ടൺ കണക്കിന് ഐസ് ക്രിസ്റ്റലുകൾ വീണ്ടും ആ തീക്ക് ചുറ്റുമായി ഉണ്ടായി. ആ തീക്ക് ചുറ്റുമായി ആ ഐസ് ക്രിസ്റ്റൽ ഉണ്ടാകുമ്പോൾ ആ ഐസ് ക്രിസ്റ്റലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാർക്ക് മുകളിൽ നിന്ന് താഴേക്ക് പിടിച്ചിരിക്കുന്ന ആ പവർ ഓഫ് ക്രിയേഷന്റെ പ്രകാശം ആ തീയെ വളഞ്ഞിട്ടുണ്ട്. ആ പവർ ഓഫ് ക്രിയേഷന്റെ ശക്തിയാൽ ആ ഐസ് ക്രിസ്റ്റലുകൾ ആ തീയെ പതുക്കെ പതുക്കെ ഒന്ന് അടുപ്പിച്ചു തുടങ്ങി. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ തീ ഇങ്ങനെ അടുത്തടുത്ത് വന്നതും പെട്ടെന്ന് അത് ഒരു പ്രകാശമായി മാറി മാർക്കിന്റെ ബോഡിയിലേക്ക് കയറി. ഈ കാഴ്ച വല്ലാത്തൊരു അമ്പരപ്പോടെ ചില ആളുകൾ കാണുന്നുണ്ട്. അതിലൊരാൾ ആ സിമ്രാൻ തന്നെയാണ്.
അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവർ കണ്ടിരിക്കുന്നത്. അവരുടെ ആ മാസ്ക് അവരെ ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്നതാണ്. ആ മാസ്ക് വെച്ചിരിക്കുന്ന ആ സമയത്ത് പോലും സിമ്രാന് ആ ഞെട്ടൽ മാറുന്നില്ല. സകല ജനറൽമാരെയും വെന്ത് എരിയിപ്പിച്ചുകൊണ്ടിരുന്ന ആ തീ മാർക്കിന്റെ ബോഡിയിലേക്ക് കയറിപ്പോകുന്നത് അവരവരെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ഈ സമയത്ത് അവരുടെ അടുത്ത് ഒറ്റക്കാലിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് അവരോട് അനുവാദം ചോദിക്കുകയാണ് അവരുടെ കൂടെയുള്ള ഒരു വ്യക്തി. യുവർ ലോർഡ്, നമുക്ക് ഇനിയും അറ്റാക്ക് തുടർന്നാലോ? അത് കേട്ടതും സിമ്രാൻ അയാളോട് പറഞ്ഞു, പെട്ടെന്ന് പിന്മാറുക. സിമ്രാൻ എന്തോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സിമ്രാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, അതിവേഗതയിൽ സിമ്രാൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അടുത്ത നിമിഷത്തിൽ അവിടെ കളക്ട് ചെയ്ത ആ ക്രിസ്റ്റലുകളുമായി സിമ്രാനോട് സംസാരിച്ച വ്യക്തികളും അപ്രത്യക്ഷമായി. അതേ സമയത്ത് ആ എൻറ്റയർ മേഖലയിലും സമാന സ്വഭാവത്തിൽ ഒരു കാര്യം നടക്കുകയാണ്. ആളുകൾ ഒന്നൊന്നായി അപ്രത്യക്ഷമാവുകയാണ്. മാർക്ക് ഫെല്ലർ ആ തീ അണച്ചതിന്റെ ആഹ്ലാദത്തിലാണ്. ആ തീയെ വീണ്ടും നിയന്ത്രിക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം മാർക്കിനുണ്ട്. മാർക്ക് ആ തീ തന്റെ ശരീരത്തിലേക്ക് ലയിപ്പിച്ച് ചേർത്ത് കഴിഞ്ഞതും അവിടെ വീട് കിടക്കുന്ന ആ ക്രിസ്റ്റലുകൾ ശേഖരിക്കുകയാണ്. ഏകദേശം 20ഓളം ക്രിസ്റ്റലുകളാണ് മാർക്കിനിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അടിപൊളി ക്രിസ്റ്റലുകളും അതേപോലെ ആ സേക്രഡ് സ്റ്റോണുകളുമുണ്ട്. ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? മാർക്ക് ആ സ്റ്റോണുകളും അതുപോലെ ക്രിസ്റ്റലുകളും തന്റെ കയ്യിലേക്ക് വാരിയെടുത്തതും ഒരു ശബ്ദം മാർക്കിനെ തേടി വന്നു. കൊള്ളാം കൊള്ളാം, നന്നായി, ഒരുപാട് നാളായി ഇതുപോലൊരു ഭക്ഷണം കിട്ടിയിട്ട്. അങ്ങനെ ആ ശബ്ദം പറഞ്ഞതും മാർക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ക്രിസ്റ്റലുകളും അതുപോലെ ആ സേക്രഡ് സ്റ്റോണുകളും ആ നിമിഷം അങ്ങ് അപ്രത്യക്ഷമായി. മാർക്കിന്റെ ബോഡിയിലെ ആ സർ ഡാഗർ അത് മുഴുവൻ അങ്ങ് വലിച്ചെടുത്തതാണ്. അത് കണ്ടതും മാർക്ക് സർ ഡാഗറോട് തട്ടിക്കേറിയാണ്. സർ ഡാഗർ, നിങ്ങൾ എന്താ ചെയ്തത്? ഇത് മുഴുവൻ വലിച്ചെടുത്തോ? മാർക്ക്, അതിൽ നീ വിഷമിക്കണ്ട, നിനക്ക് ഇവിടുന്ന് പുറത്തു കിടക്കാൻ എന്റെ സഹായം വേണ്ടിവരും. അങ്ങനെ ഡാഗർ പറഞ്ഞപ്പോ മാർക്ക് ഡാഗറോട് ചോദിച്ചു, സർ ഡാഗർ, ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത്? മാർക്ക്, ഈ സ്ഥലം ഹെവൻ ബുറിയൽ കേവ് എന്ന് എന്തിനാ പറയുന്നതെന്നറിയാവോ? ഇല്ല മാർക്ക്, ഹെവനിൽ നിന്നുള്ള ഒരു ബോഡി ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സർ ഡാഗർ, അങ്ങ് പറയുന്നത് ഒരു ഗോഡിനെ ഇവിടെ മറവ് ചെയ്തു എന്നാണ്? അതെ മാർക്ക്, അതാണ് ശരി. നേരത്തെ ഹ്യൂമൻ വേൾഡും ഹെവനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇമോർട്ടൽ ചക്രവർത്തിമാരും സെയിന്റുകളും മറ്റ് ശക്തരായ യോദ്ധാക്കളും ഒക്കെ ചേർന്ന് ഹെവനെ ഒരു തവണ ആക്രമിച്ചിരുന്നു. പാത്ത് ഓഫ് ഹെവൻ ആ ആക്രമണത്തെ തടുത്ത സമയത്ത് രണ്ട് ഭാഗത്തും കാഷ്വാലിറ്റി ഉണ്ടായി. പാത്ത് ഓഫ് ഹെവന്റെ ഭാഗമായ ഒരു ഗോഡ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ ഗോഡിന്റെ ബോഡി ആ യുദ്ധത്തിൽ പങ്കെടുത്ത മനുഷ്യരുടെ ബാക്കിയുള്ള ആളുകൾ കുഴിച്ചിട്ടത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ ഹെവൻ ബുറിയൽ കേവ് എന്ന് ആളുകൾ വിളിച്ചത്. സ്വർഗസ്ഥനായ ദൈവത്തെ കുഴിച്ചിട്ട സ്ഥലം, അങ്ങനെയാണ് അവരിതിനെ വിളിക്കുക. മാർക്കിന് അതൊരു പുതിയ അറിവാണ്. ഹെവൻ ബുറിയൽ കേവ് എന്നൊക്കെ മാർക്ക് പലരും പറയുന്ന കേട്ടിരുന്നു. ഇപ്പോഴാണ് ആ കഥയുടെ പശ്ചാത്തലം മാർക്ക് മനസ്സിലാക്കുന്നത്. സർ ഡാഗർ മാർക്കിനോട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അന്തരീക്ഷം ഒന്ന് കനത്തത്. ആകാശത്ത് എവിടെ നിന്നോ ഇഷ്ടം പോലെ മേഘങ്ങൾ പെയ്തിറങ്ങുന്നത് മാർക്ക് കണ്ടു. ആ കാഴ്ച കണ്ടതും സർ ഡാഗർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പാത്ത് ഓഫ് ഹെവൻ ഇവിടേക്ക് സാധാരണ വരാറുള്ളതല്ല. മാർക്കിനും അതറിയാം. പാത്ത് ഓഫ് ഹെവനും ആ ബുറിയൽ കേവും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലാണ്. ഒരു കാരണവശാലും പാത്ത് ഓഫ് ഹെവൻ ആ ഭാഗത്തേക്ക് വരത്തില്ല. സാധാരണഗതിയിൽ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഒരാൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പാത്ത് ഓഫ് ഹെവന്റെ സാന്നിധ്യം യോദ്ധാക്കൾ അനുഭവിക്കാറുണ്ട്. പാത്ത് ഓഫ് ഹെവൻ മേഘങ്ങളായി വന്ന് താഴേക്ക് ആ ഇടിമിന്നലും പെയ്യിച്ച് ആ യോദ്ധാവിന്റെ ശക്തി പരീക്ഷിക്കും. ഇനി ഇവിടെ ഈ ബുറിയൽ കേവിൽ ആരെങ്കിലും അങ്ങനെ പരീക്ഷിക്കാൻ പാത്ത് ഓഫ് ഹെവൻ ആഗ്രഹിക്കുന്നുണ്ടോ? മൾട്ടി കളേർഡ് മേഘങ്ങളുടെ ഒരു വൻ ശൃംഖലയാണ് ആ ശവകുടീരത്തിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തും താഴെ ജനറൽമാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അങ്ങ് തകൃതിയായി നടക്കുകയാണ്. ആ ഏറ്റുമുട്ടൽ അതിശക്തമായി നടക്കുന്നതിനിടയിൽ പാത്ത് ഓഫ് ഹെവന്റെ മേഘങ്ങൾ ആ എൻറ്റയർ മേഖലയും കവർ ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്നാണ് ആ പാത്ത് ഓഫ് ഹെവനിൽ നിന്ന് മിന്നലുകൾ അതിശക്തമായി ആ കേവിലേക്ക് പാഞ്ഞു വരുന്നത്. ആ കേവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പൗരാണികരുടെ ശക്തി പെട്ടെന്ന് രണ്ട് തരത്തിൽ അവതരിച്ചു. ആ ജനറൽമാരുടെ ശക്തിയിൽ നിന്ന് അതിശക്തമായ മിന്നലുകൾ മുകളിലേക്കും, അതേ സമയത്ത് ഈ കേവിന് മുകളിൽ കവർ ചെയ്തിരുന്ന ആ മഴവിൽ നിറമുള്ള മേഘങ്ങളിൽ നിന്ന് അതിൻ്റെതായുള്ള ഒരു റിഫ്ലക്ഷനും. പാത്ത് ഓഫ് ഹെവന്റെ ആ മിന്നലുകൾ പാഞ്ഞു വരുന്നത് ഈ മഴവിൽ മേഘങ്ങൾക്കിടയിലൂടെയാണ്. ആ മഴവിൽ മേഘങ്ങൾക്കിടയിലൂടെ പാത്ത് ഓഫ് ഹെവന്റെ മിന്നലുകൾ പാഞ്ഞതും ശരിക്കും ഒരു വല്ലാത്ത പ്രതിഭാസം അവിടെ സംഭവിച്ചു. ശരിക്കും പാത്ത് ഓഫ് ഹെവനും ആ മഴവിൽ മേഘങ്ങളുടെ ഒരു മെയ്യായി മാറിയതുപോലുള്ള ഒരു സംഭവം. ഈ കാഴ്ച സ്വാഭാവികമായും അനവധി ആളുകൾ കാണുന്നുണ്ട്. അത് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് സിമ്രാൻ പിന്മാറിയിരിക്കുന്നത്.
സിമ്രാൻ മാത്രമല്ല, എമോട്ടർ ക്രെയിൻ ഉൾപ്പെടെ പലരും ഒത്തിരി പുറകോട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് പുറകോട്ട് പലരും മാറിയിരിക്കുന്ന ആ സമയത്ത് ശരിക്കും അവിടേക്ക് സർവശക്തിയോടുകൂടി മറ്റൊരു സെയിന്റ് കടന്നു വന്നു. ഐ ഓഫ് ഡിസ്ട്രക്ഷൻ ഷിമോജി, നശീകരണത്തിന്റെ കണ്ണുമായി കടന്നു വന്ന സെയിന്റ് ഷിമോജിയുടെ ശക്തി അവിടെ വരുമ്പോൾ വർദ്ധിക്കുകയാണ്. ബാക്കി എല്ലാവരുടെയും ശക്തി അവിടെ കുറേശ്ശെ കുറയുമ്പോൾ ഷിമോജിയുടെ ശക്തി വർദ്ധിക്കുകയാണ്. ആ സെയിന്റ്ലി കിങ്ഡത്തിന്റെ ശക്തി ആഗിരണം ചെയ്യാൻ ഷിമോജിക്ക് വല്ലാത്തൊരു പവർ. ഷിമോജിയുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്, അപ്പർ ഡോമിന്റെ തലവൻ സാക്ഷാൽ ലോർഡ് സിയു. ലോർഡ് സിയുവിന് ഷിമോജി ഒരു കരാർ കൊടുത്തിരിക്കുകയാണ്. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സിയു യഥാർത്ഥത്തിൽ അവിടെ എത്തിയിരിക്കുന്നത്. കരാർ വളരെ സിമ്പിളാണ്. മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കണം, അതാണ് കരാർ. ഷിമോജിക്ക് മാർക്ക് ഫെല്ലറോട് എന്താണ് ഇത്ര വിരോധമെന്ന് സിയുവിന് അറിയത്തുമില്ല. പക്ഷെ സിയു അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഒരു സെയിന്റ് ആണല്ലോ ആ കരാർ കൊടുത്തിരിക്കുന്നത്. സിയുവും മാർക്കിനെ ഇപ്പൊ കാണുന്നുണ്ട്. മാർക്ക് അവിടെ ആ തീക്കകത്ത് പെട്ടിരുന്നൊക്കെ സിയു കണ്ടതാണ്. ഈ സമയത്ത് എൻ്റെ മേഖലയിൽ നിന്നും മിന്നലുകൾ താഴേക്കിന് അരിച്ചു വരികയാണ്. മുകളിൽ നിന്ന് വരുന്ന മിന്നലുകൾ ആ മഴവിൽ മേഘങ്ങൾക്ക് അകത്തുകൂടി താഴേക്ക് വരുമ്പോൾ അതിന്റെ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ്. ശരിക്കും അതൊരു ശാന്തമായ മിന്നലായി താഴേക്ക് വന്ന് എൻ്റെ മേഖലയിലും വൻതോതിൽ പ്രഷർ കൊടുക്കുകയാണ്. താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിൽ പ്രഷർ കൂടുമ്പോൾ ജനറൽമാരുടെ ശക്തിയും കൂടി. സ്വാഭാവികമായിട്ട് ജനറൽമാരെ അറ്റാക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അറ്റാക്ക് തിരിച്ചായി. ജനറൽമാരുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട വാളുകളും മറ്റ് പവർഫുൾ ആയുധങ്ങളും എതിരാളികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്ക് അവിടെ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശരിക്കും എൻ്റെ ഏരിയയും കവർ ചെയ്യപ്പെട്ട കാര്യം മാർക്കിന് ശ്രദ്ധയപ്പെടുന്നത്. മാർക്ക് ഈ സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ വീണ് കിടന്ന ആ ക്രിസ്റ്റലുകൾ വീണ്ടും പിറക്കിയെടുക്കുകയായിരുന്നു. സർ ഡാഗർ ആ ക്രിസ്റ്റലുകളും അതുപോലെ സ്റ്റോണുകളും എടുക്കുന്നതുകൊണ്ട് മാർക്ക് ആ ജനറൽമാരിൽ നിന്ന് വീണുപോയ ക്രിസ്റ്റലും സ്റ്റോണും എടുക്കുമ്പോൾ അവിടെ ഏതാണ്ട് കവേർഡായി കഴിഞ്ഞു എന്നർത്ഥം. മാർക്ക് അമ്പരപ്പോടെ ചുറ്റും നോക്കുമ്പോഴാണ് ആകാശത്തെ കീറി പിളർത്തിക്കൊണ്ട് ഒരു ലൈറ്റ് താഴേക്ക് പാഞ്ഞു വരുന്നത്. ആ ലൈറ്റിനൊപ്പം ഒരാൾ കൂടി താഴേക്ക് പാഞ്ഞു വരികയാണ്. അത് സാക്ഷാൽ ഡിങ് നിങ് ആണ്. താഴേക്ക് പാഞ്ഞു വന്ന ഡിങ് നിങ് മാർക്കിന്റെ തൊട്ടടുത്തായി ലാൻഡ് ചെയ്തു. മാർക്ക് ഒരു ജീവൻ മരണ പോരാട്ടം നടക്കാൻ പോവുകയാണ്. കൂടെ നിന്നു. അങ്ങനെ മാർക്കിനോട് പറഞ്ഞിട്ട് ഡിങ് നിങ് രണ്ടാമത് ഒരു ഡയലോഗ് പറയാൻ മാർക്കിന് അവസരം കൊടുക്കാതെ മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്. മുന്നോട്ട് കുതിച്ച ഡിങ്ങിന്റെ കയ്യിൽ ആ കഠാര ശരിക്കും തിളങ്ങുകയാണ്. ആ കഠാരയ്ക്ക് വല്ലാത്തൊരു പ്രകാശം. ആ കഠാരയുമായി മുന്നോട്ട് കുതിക്കുന്ന ഡിങ്ങിന്റെ മുന്നിൽ പെടുന്ന എല്ലാ ജനറൽമാരും കഷ്ണമായി ചിതറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ തൊട്ട് പുറകെയുണ്ട്. ആ ജനറൽമാർ കഷ്ണങ്ങളായി ചിതറുന്നതും മാർക്ക് ഫെല്ലർ ചിതറി വീഴുന്ന ആ ക്രിസ്റ്റലും അതുപോലെ ആ സ്റ്റോണും ഉടൻ കൈക്കലാക്കും. ഡിങ് നിങ്ങും മാർക്കും കൂടിയുള്ള ആ കോമ്പിനേഷൻ അതിവേഗതയിൽ ആ ജനറൽമാരെ അരിഞ്ഞു തള്ളുകയാണ്. ഈ കാഴ്ച കുറച്ചു മാറി ഷിമോജിയും അതുപോലെ സൂയിയും കൃത്യമായി നിരീക്ഷിക്കുകയാണ്. അങ്ങ് അകലെ ഇമോട്ടർ ക്രെയിൻ ഈ കാഴ്ച കണ്ടു. ഇമോട്ടർ ക്രെയിൻ്റെ അടുത്ത് നിൽക്കുന്ന ബ്ലാക്ക് ടോട്ടോയിസും അതുപോലെ വെർമേലിയൻ ബേർഡും മറ്റൊരു കാഴ്ചയിലാണ് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. അത് സാക്ഷാൽ ശ്രീറാമിലാണ്. ശ്രീറാം ഇപ്പോഴും ആ കൈക്കരുത്ത് കൊണ്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ശ്രീറാം ഒരുപാട് ക്രിസ്റ്റലുകളും അതുപോലെ തന്നെ സ്റ്റോണുകളും നേടിക്കഴിഞ്ഞു. ആ കാഴ്ച കണ്ട ബ്ലാക്ക് ടോട്ടോയിസ് ഇമോട്ടർ ക്രെയിനോട് പറഞ്ഞു, യുവർ ലോർഡ്, ശ്രീറാം കൂടുതൽ ശക്തനായാൽ ഭാവിയിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവില്ലേ? അതിന് മറുപടി പറഞ്ഞത് വെർമിലിയൻ ബേർഡാണ്. രക്തത്തിന്റെ നിറമുള്ള സ്ത്രീ രൂപത്തിലുള്ള ആ പക്ഷി ബ്ലാക്ക് ടോട്ടോയിസിനോട് പറഞ്ഞു, ഹേയ് അതെ അവരങ്ങനെ അങ്ങ് വിടുന്നത് ശരിയുമല്ല. യുവർ ലോർഡ്, ആ ശ്രീറാമിനെ നമ്മൾ അവസാനിപ്പിക്കണ്ടേ? ഇത്രയും നേരം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ശ്രീറാമും കൂടുതൽ ശക്തി നേടിയാൽ നാളെ അത് ഇമോട്ടർ ക്രെയിന് പാരയാകുമല്ലോ എന്നാണ് വെർമീലിയൻ ബേർഡും അതുപോലെ ബ്ലാക്ക് ടോട്ടോയിസും ഇമോട്ടർ ക്രെയിനോട് പറയുന്നത്. അത് കേട്ടതും ഇമോട്ടർ ക്രെയിൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നത്? ഇമോട്ടർ ക്രെയിൻ്റെ ആ ചോദ്യം അവർക്ക് നേരെ ഉദിച്ചതും അവർ പെട്ടെന്നാണ് ആ കാര്യം ഓർത്തത്. ഈ 18 സെയിന്റുകളിൽ വെച്ച് ഏറ്റവും ശക്തൻ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇമോട്ടർ ക്രെയിൻ എന്നാണ്. ഇമോട്ടർ ക്രെയിൻ ഒരു യുദ്ധത്തിന് ഇമോട്ടർ ക്രെയിൻ മറ്റുള്ളവരുമായി ഇപ്പോൾ ഏറ്റുമുട്ടുന്നില്ലെങ്കിലും ശരിക്കും ഇമോട്ടർ ക്രെയിൻ ഒരു ഇമ്മോർട്ടൽ തന്നെയാണ്, അമാനുഷ്യനാണ്, ദൈവതുല്യനാണ്. ആ ഇമോട്ടർ ക്രെയിന് മുന്നിൽ ശ്രീറാം എത്ര ശക്തമായാലും ഒന്നും ആകില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇമോട്ടർ ക്രെയിൻ്റെ ആ വാക്കുകളിലുള്ളത്. ഇപ്പോഴും ഇമോട്ടർ ക്രെയിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ഇമോട്ടർ ക്രെയിൻ്റെ കണ്ണുകൾ ശ്രീറാമിലും അതുപോലെ മാർക്ക് ഫെല്ലറിലും പാറി വീഴുന്നുണ്ട്. ഒറ്റക്കടലിലൂടെ ഷിമോജി പൂർണ്ണമായും മാർക്കിനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഡിങ് നിങ് താഴെയുള്ള ജനറൽമാരെ അരിഞ്ഞു തള്ളുമ്പോൾ മുകളിൽ നിന്ന് പാത്ത് ഓഫ് ഹെവനും താഴെയുള്ള
ആ കെയ്വൻ തമ്മിലുള്ള യോജിപ്പ് ഏതാണ്ട് പൂർണ്ണമായി. രണ്ട് അൺബിലീവബിൾ ആയുള്ള ശക്തികൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. നടക്കാൻ പാടില്ലാത്ത ഒരു കോമ്പിനേഷനാണ് ഉടലെടുക്കുന്നത്. എന്തുകൊണ്ട് പാത്ത് ഓഫ് ഹെവൻ ആ ശൈലിയിൽ ആ കെയ്വിന് ശക്തി കൊടുക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആർക്കും അറിയില്ല. പക്ഷേ അത് അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുവെന്ന് മനസ്സിലായതും ഒട്ടുമുക്കാൽ ആളുകളും പുറകോട്ട് മാറി. ലോർഡ് സുയും അതുപോലെ ഷിമോജി ഉൾപ്പെടെ സകലരും പിന്നോട്ട് മാറിയിരിക്കുകയാണ്. അവരൊന്നും ചെയ്യാതെ തന്നെ മാർക്ക് ഫെല്ലർ അവസാനിക്കും. ആ ഒരു ധാരണയിലേക്ക് അവർ കടക്കുമ്പോൾ ഡിങ്നിങ് ചുറ്റുമുള്ള ജനറൽമാരെ അരിഞ്ഞു വീഴ്ത്തിയതിനു ശേഷം മുകളിലേക്ക് ഒരൊറ്റ കുതിപ്പ്. മുകളിലേക്ക് കുതിച്ച ഡിങ്നിങ്ങിന്റെ കയ്യിലെ ആ കത്തി പെട്ടെന്നാണ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തത്. 9 കത്തികളായി അതങ്ങ് മാറുമ്പോൾ ആ കത്തിയുടെ രൂപവും അങ്ങ് മാറുകയാണ്. അത് പെട്ടെന്ന് സ്പിരിച്വൽ എനർജി സോഡുകളായി മാറിയിരിക്കുകയാണ്. 9 സോഡുകൾ. ആ 9 സോഡുകളും പെട്ടെന്ന് ഒരേ നിമിഷം ആ കൂടാരം പോലെ കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ മേഘങ്ങളെ 9 കോണുകളിലൂടെ ഒരേ സമയത്ത് ആക്രമിച്ചു. അതിശക്തമായ ആ ആക്രമണം ആ 9 സ്ഥലങ്ങളിലായി ആ മേഘങ്ങളെ കീറി മുറിക്കുമ്പോൾ മാർക്ക് ആ ശബ്ദം കേട്ടു. മാർക്ക് എസ്കേപ്പ്. കേൾക്കേണ്ട താമസം മാർക്ക് തറയിൽ അന്ന് ആഞ്ഞു ചവിട്ടിയിട്ട് മുകളിലേക്ക് ഒരൊറ്റ കുതിപ്പ്. മാർക്ക് ഫെല്ലർ ഡിങ്നിങ് വെട്ടിക്കീറിയ ആ വിള്ളലിലൂടെ ആ മേഘങ്ങൾക്കിടയിലൂടെ മുകളിലേക്ക് വരുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. നേരെ മുകളിൽ സാക്ഷാൽ സോഡ് ബായി ഉണ്ട്. സോഡ് ബായിയുടെ അടുത്തേക്ക് മാർക്ക് ഫെല്ലർ പാഞ്ഞെത്തുന്നതും സോഡ് ബായി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ പുറകോട്ട് മാറിക്കൂ. ഡിങ്നിങ്ങിന് സപ്പോർട്ട് കൊടുക്കാനായി അങ്ങനെ പറഞ്ഞുകൊണ്ട് സോഡ് ബായി മുന്നോട്ട് കുതിച്ചു. പക്ഷെ ഈ സമയത്ത് ഈ പാത്ത് ഓഫ് ഹെവനും ആ ബിറുൽ കെയ്വും തമ്മിലുള്ള കോമ്പിനേഷൻ പൂർണ്ണമായും ഡിങ്നിങ്ങിനെ എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ശക്തമായ ഒരു പ്രകാശം ഡിങ്നിങ്ങിന് ചുറ്റുമുണ്ടായതും ഡിങ്നിന്റെ കയ്യിൽ നിന്ന് ഒരു സോഡ് ലൈറ്റ് അതിവേഗം പാഞ്ഞു വന്ന് മാർക്ക് ഫെല്ലറുടെ ബോഡി പതിച്ചു. ശരിക്കും സോഡ് ലൈറ്റ് ആണോ സോഡാണോ വന്ന് പതിച്ചെന്ന് അറിയാൻ വയ്യ. മാർക്കിന്റെ ബോഡിയിൽ ആ സോഡ് ലൈറ്റ് പതിച്ചതും മാർക്കിന്റെ കയ്യിൽ ഒരു കഠാര അപ്രത്യക്ഷമായി വന്നു വീഴുകയാണ്. ഡിങ്നിങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന കഠാര ഇതാ മാർക്കിന്റെ കയ്യിൽ. മാർക്കിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് മാർക്ക് ഡിങ്നിങ് നിന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഡിങ്നിങ് പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുകയാണ്. സകലതും ദഹിപ്പിക്കുന്ന ഒരു പ്രകാശം അത് മാത്രമാണ് ഇപ്പോൾ അവിടെ കാണാനുള്ളത്. സോഡ് ബായി കാണാനില്ല. ശുദ്ധ ശൂന്യത. മാർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് കുറച്ച് ഇടത്തോട്ട് മാറുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി മാർക്ക് മറ്റൊരു കാഴ്ച കാണുകയാണ്. സാക്ഷാൽ ഫാറ്റി സീധുവിനെയും അതുപോലെ ലിയുവിനെയും മാർക്ക് അങ്ങ് താഴെ ആ കേവിന്റെ അടുത്തായി വീണ്ടും കണ്ടു. മാർക്ക് ഇപ്പോ ആ റെസ്ട്രിക്ഷന്റെ പുറത്ത് എത്തിയിരിക്കുകയാണ്. റെസ്ട്രിക്ഷൻ അകത്താണ് ലിയുവും ഫാറ്റി സീധുവും ഉള്ളത്. രണ്ടാമതൊന്നും ആലോചിക്കാതെ മാർക്ക് ഒരൊറ്റ കുതിപ്പ്. മാർക്ക് കുതിക്കുന്നത് ഇതിനിടയിൽ ആ ഭാഗത്തേക്ക് എത്തിയ സോഡ് ബായി കാണുകയും ചെയ്തു. സോഡ് ബായി ഉറക്കെ വിളിക്കുകയും ചെയ്തു, മാർക്ക്. അങ്ങനെ സോഡ് ബായി വിളിക്കുമ്പോഴേക്കും മാർക്ക് ആ ഡിങ്നിങ് വെട്ടിക്കീറിയ ആ വിള്ളലിലൂടെ അതിവേഗം താഴേക്ക് കുതിച്ചു. താഴേക്ക് കുതിച്ച മാർക്ക് ഫെല്ലർ പാഞ്ഞിറങ്ങിയത് സാക്ഷാൽ ഫാറ്റി സീധുവിന്റെ അടുത്തേക്കാണ്. ഫാറ്റി സീധുവിന്റെ അടുത്തേക്ക് മാർക്ക് വന്നതും ഫാറ്റി സീധു അമ്പരന്ന് പോവുകയാണ്. ബോസ്, ബോസ് എന്താ ഇവിടെ? അതേ ചോദ്യം ലിയു ചോദിച്ചു. മാർക്ക്, നീ എന്താ ഇവിടെ? സംസാരിച്ചിരിക്കാൻ സമയമില്ല, നമുക്ക് അതിവേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ മാർക്ക് പറയുമ്പോൾ ലിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അവളങ്ങനെ പറഞ്ഞിട്ട് നോക്കിയ സ്ഥലത്തേക്ക് മാർക്ക് നോക്കുമ്പോൾ നേരത്തെ ഡിങ്നിങ്ങിന് വിഴുങ്ങിയ പ്രകാശം ഇപ്പോൾ അവരുടെ നേരേക്ക് വരികയാണ്. ആ പ്രകാശത്തിന് തൊട്ടു മുന്നിലായി ഒത്തിരി ജനറൽമാരുണ്ട്. 100 കണക്കിന് ജനറൽമാരുണ്ടെന്ന് പറയാം. ആ പ്രകാശം ഒരു ബൗണ്ടറി പോലെ അങ്ങ് ചുറ്റും നിൽക്കുകയാണ്. ഒരു കാരണവശാലും അവിടെയുള്ള ആരും രക്ഷപ്പെടരുതെന്ന് തീരുമാനിച്ച് ഉറച്ചതുപോലെ ആ പ്രകാശം ഒരു ബൗണ്ടറി തീർത്തിരിക്കുകയാണ്. ശരിക്കും ആ പ്രകാശത്തിന് ഒരു സെൻസ് ഉണ്ടെന്ന് അതിന്റെ ആക്ഷൻ വിളിച്ചു പറയുകയാണ്. ആ പ്രകാശം അവിടെ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ 100ഓളം വരുന്ന ജനറൽമാർ മാർക്കിനെയും ടീമിനെയും വളഞ്ഞു. തനിക്കെതിരെ പാഞ്ഞു വരുന്ന ജനറൽമാരെ കണ്ടതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് തന്റെ കൈയൊന്ന് അനക്കി ആ പ്രിമോഡിയൽ ഫയർ അവിടെ സൃഷ്ടിച്ചതും മാർക്കിനെ മൈൻഡ് ചെയ്യാതെ ആ ജനറൽമാർ മാർക്കിനെ ഓവർടേക്ക് ചെയ്ത് ഫാറ്റി സീധുവും ലിയു നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരൊറ്റ കുതിപ്പ്. മാർക്കിനെ അത് ശരിക്കും അതിശയിപ്പിച്ചു എന്ന് പറയാം. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫാറ്റി സീധുവിനെ തൊടാതെ അവര് ലിയുവിനെ വളയുകയാണ്. ഇവരെന്തിനാ ലിയുവിനെ വളയുന്നത്? ആ ഒരു ചോദ്യം മാർക്കിന് മാത്രമല്ല ഫാറ്റി സീധുവിനും ഉണ്ടാവുകയാണ്. ആ രണ്ടുപേരെ ഒഴിവാക്കി ആ ജനറൽമാർ പൂർണ്ണമായും ലിയുവിനെ വളഞ്ഞിട്ടുണ്ട്. ലിയുവിന്റെ മുഖത്ത് ഒരു വല്ലാത്ത പുഞ്ചിരിയുണ്ട്. ശരിക്കും അവള് തീരുമാനിച്ചുറച്ച് അവരെ നേരിടാൻ പോവുകയാണെന്ന് അവളുടെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ട്. മാർക്ക് മുന്നോട്ട് കുതിക്കാൻ പോയതും
ആ ജനറൽമാരുടെ ഒരു പവർ പെട്ടെന്ന് അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ശരിക്കും മാർക്കിനും ആ ജനറൽമാർക്കും ഇടയിൽ ഒരു വലിയ തോടുണ്ടായതുപോലെ നല്ല വീതിയിൽ ഒരു ബാരിയർ ഉണ്ടായി. ആ ബാരിയറിന്റെ ഇപ്പുറത്ത് മാർക്കും ആ ബാരിയറിന്റെ മറുവശത്ത് ഫാറ്റി സിധുവാണ്. നടുക്ക് ഇപ്പോ സാക്ഷാൽ ലിയു മാത്രമാണ്. ലിയുവും ആ കാഴ്ച കണ്ടു. മാർക്കും ഫാറ്റി സിധുവും ആ ബാരിയർ തകർത്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ആ കാഴ്ച കണ്ടതും ലിയു രണ്ടുപേരോടായി പറഞ്ഞു, ഏയ് ശ്രമിക്കണ്ട, ഇവരെ ഞാൻ നേരിടാം. അങ്ങനെ ലിയു പറഞ്ഞതും ലിയുവിന്റെ ബോഡിയിൽ ഒരു വല്ലാത്തൊരു ചലനം ഉണ്ടായി. ശരിക്കും അവളുടെ ബോഡിയിലെ ഏതൊക്കെ ഭാഗത്തുനിന്ന് പ്രകാശം പുറത്തേക്ക് പൊട്ടി വിരിഞ്ഞു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ദേഹത്തിന്റെ പല പോയിന്റുകളിൽ നിന്നും ചെറിയ ചെറിയ പ്രകാശ സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുകയാണ്. കുഞ്ഞു കുഞ്ഞ് മിന്നാമിനികൾ ഉണ്ടാകും പോലെ അവളുടെ ബോഡിയിൽ നിന്ന് പ്രകാശം അങ്ങ് ചിതറി തുടങ്ങി. ശരിക്കും ആ പ്രകാശത്തിന് ഒരൊറ്റ നിറമേ ഉള്ളൂ, അത് ചുവപ്പാണ്. ചുവപ്പ് നിറത്തിലുള്ള ബട്ടർഫ്ലൈകളുടെ ഒരു വൻ നിര തന്നെ ലിയുവിന് ചുറ്റും ഉണ്ടായെന്ന് പറയാം. ശരിക്കും ആ ബട്ടർഫ്ലൈകൾ അവൾക്ക് ചുറ്റും നിൽക്കുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഈ എൻറ്റയർ മേഖലയും ഇപ്പോൾ പ്രകാശത്തെ കുളിച്ച് നിൽക്കുകയാണ്. ആ മേഖലയ്ക്ക് പുറത്ത് കംപ്ലീറ്റ് ഇരുട്ടാണ്. ആ പ്രകാശത്തിനകത്തുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ ബോഡി മുഴുവൻ ചുവന്ന നിറത്തുള്ള ബട്ടർഫ്ലൈകൾ. ഈ ബട്ടർഫ്ലൈ പെൺകുട്ടിക്കും ആ ജനറൽമാർക്കും പുറകിലായി മാർക്കും ഉണ്ട്, അതുപോലെ ഫാറ്റിയും ഉണ്ട്. ഇതിനിടയിൽ ഫാറ്റി ഓടി മാർക്കിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ഫാറ്റി മാർക്കിനോട് ചോദിക്കുകയും ചെയ്തു, മാർക്ക് എന്താ ഇത്? ഏയ് ഫാറ്റി, എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കാഴ്ച കാണുന്ന ജനറൽമാർ ഇതിനിടയിൽ അവിടെ കൈവശമുള്ള വാളുകളുമായി മുന്നോട്ട് കുതിച്ചു. ആ വാളുകളുമായി മുന്നോട്ട് കുതിച്ച ആ ജനറൽമാരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ചുവന്ന ബട്ടർഫ്ലൈകൾ ഒന്ന് ചലിച്ചു. മനോഹരമായ ലാസ്യ ഭംഗിയോടുകൂടി ആ ബട്ടർഫ്ലൈകൾ ഒന്ന് അനങ്ങിയതും ചുറ്റും വൈദ്യുത തരംഗങ്ങൾ ഉണ്ടായതുപോലെ ഒരു ഫീൽ. ലിയുവിനടുത്തേക്ക് പാഞ്ഞു വന്ന ആ ജനറൽമാരുടെ ബോഡി കൂടി വൈദ്യുത തരംഗം അങ്ങനെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് കർണടിച്ചാൽ ആളുകളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു പ്രകടനം ഉണ്ടല്ലോ, അതുപോലെ ആ ജനറൽമാർ ഒന്നടങ്കം തെറിച്ചു. പലരുടെയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ബാക്കിയുള്ള ജനറൽമാർ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് കുതിക്കുകയാണ്. ആ ജനറൽമാരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ആ നിമിഷം അവയെല്ലാം പുനർജനിക്കുകയാണ്. അവ പൂർണ്ണമായി അരിഞ്ഞ കഷ്ടങ്ങളായി ചിതറിയില്ലെങ്കിൽ ഉടൻ പുനർജനിച്ചു വരും. മാർക്ക് തുടക്കത്തിലെ ആ കാഴ്ച കണ്ടതാണ്. ജനറൽമാർ വീണ്ടും ലിയുവിനെ ആക്രമിക്കുകയാണ്. ലിയു ഏകദേശം ഒരു അരമണിക്കൂർ നേരം ആ ജനറൽമാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു അപ്പർ ഹാൻഡ് നേടി. പക്ഷേ ജനറൽമാർ ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ടംപോലെ ജനറൽമാരാണ് ഉണ്ടാകുന്നത്. ലിയുവിനെ അവസാനിപ്പിക്കാൻ ആ ജനറൽമാർ ഏതാണ്ട് തീരുമാനിച്ച് ഉറച്ചു എന്ന് ഉറപ്പായതും മാർക്ക് മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. മാർക്കിന്റെ വലത് കൈ ഒന്ന് അനങ്ങിയതും വലത് കൈക്ക് ചുറ്റുമായി ആ പ്രിമോഡിയൽ ഫയർ ഉണ്ടായി. ആ പ്രിമോഡിയൽ ഫയർ മുന്നിൽ നിന്ന് ആ ജനറൽമാരെ കരിച്ചുകൊണ്ട് ആ ബാരിയർ തകർത്ത് മുന്നോട്ട് കയറുകയാണ്. നിമിഷ നേരം കൊണ്ട് ഫാറ്റി സിധു മാർക്കിനൊപ്പം കൂടെ എത്തി. ഇപ്പൊ ഫാറ്റിയും മാർക്കും ലിയുവിന്റെ തൊട്ടടുത്താണ്. അത് കണ്ടതും ലിയു പറഞ്ഞു, ഏയ് മാർക്ക് വേണ്ടായിരുന്നു. ഏയ് ലിയു, രക്ഷപ്പെടണമെങ്കിൽ ഒന്നിച്ച്, തീരുന്നെങ്കിൽ അത് ഒന്നിച്ച്. അങ്ങനെ മാർക്ക് പറയുമ്പോൾ ഫാറ്റി സിധുവും അത് ശരിവെച്ചു. ഫാറ്റി ചുറ്റും നോക്കിയാണ്. ഫാറ്റി സിധുവിന്റെ ബോഡിയിൽ ഒരുപാട് ആർട്ടിഫാക്റ്റുകൾ ഉണ്ട്. ഏത് സാഹചര്യത്തിലും ഫാറ്റിക്ക് പിടിച്ചേക്കാൻ പറ്റും. അത്രയേറെ മാന്ത്രിക ആയുധങ്ങളുമായിട്ടാണ് ഫാറ്റി ഏത് സ്ഥലത്തെയും മൂവ് ചെയ്യുക. അതിന്റെ നിലവറകളിലൊക്കെ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട്. അവൻ ചുറ്റും നോക്കിയാണ് എന്താണ് ചെയ്യേണ്ടത്. പക്ഷേ ചുറ്റുമുള്ള ആ പ്രഷർ അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ശക്തി മുകളിൽ നിന്ന് താഴേക്ക് വന്നു തുടങ്ങി. ആ ശക്തി താഴേക്ക് വരുമ്പോൾ ശക്തമായ പ്രകാശം പെട്ടെന്ന് അവിടെ പൊട്ടിപ്പൊളച്ചു. തറയിൽ നിന്ന് അതിശക്തമായ ഒരു പ്രകാശം മാർക്കിന്റെ ബോഡിയുടെ അടുത്തുനിന്നാണ് ഉണ്ടായത്. ആ പ്രകാശം മാർക്കിനെയും ലിയുവിനെയും അതേപോലെ ഫാറ്റിയും ഏതാണ്ട് പൂർണ്ണമായി അങ്ങ് വിഴുങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് മാർക്കിനൊരു പിടിയില്ല. ഈ സമയത്ത് മാർക്ക് ഫുള്ളുടെ അന്ത്യം കാണാനായി ആ ഒറ്റക്കണ്ണൻ ഷിമോജി വളരെ താല്പര്യത്തോടുകൂടി ആ പ്രകാശ കേന്ദ്രത്തിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം പൂർണ്ണമായി എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ്. മാർക്ക് ഫെല്ലർ വെന്തെരിഞ്ഞിരിക്കുന്നു എന്ന് പുള്ളി കരുതുമ്പോഴേക്കും അവിടെ മുഴുവൻ ആ പ്രകാശം വ്യാപിച്ചു കഴിഞ്ഞു. ആർക്കും പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ സമയത്ത് എമോട്ടോക്രൈൻ രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ആ വിരലുകൾ ഒന്ന് വലുതാക്കിയതും ഒരു സ്ക്രീൻ പോലെ ആ ഭാഗം അദ്ദേഹത്തിന്റെ മുന്നിൽ വിസിബിൾ ആവുകയാണ്. ആ ഭാഗത്തൂടെ എമോട്ടോക്രൈൻ വളരെ വ്യക്തമായി ഒരു കാഴ്ച കാണുകയാണ്. ഒരു പാത്ത് ആ പ്രകാശത്തിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിശക്തമായ ആ പ്രകാശത്തിന്റെ നടുക്കൂടി ഒരു പാത ആകാശത്തേക്ക് ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ആ പാതയിൽ 3 യാത്രക്കാരുണ്ട്. മാർക്കിന്റെ വലത് കൈ ലിയുവിനെയും ഇടത് കൈ ഫാറ്റിയും പിടിച്ചിട്ടുണ്ട്. ആ പ്രകാശത്തിനടുത്ത് അതേ വേഗതയിൽ ആ 3 രൂപങ്ങളും പാഞ്ഞു പോവുകയാണ്. അത് കണ്ടതും എമോട്ടോക്രൈന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്കും ലിയുവും അതുപോലെ ഫാറ്റിയും
ബോധം വീഴുമ്പോൾ ഒരു മലയുടെ ഇടയിൽ നിൽക്കുകയാണ്. ശരിക്കും രണ്ട് മലകൾക്കിടയിൽ അവർ സുരക്ഷിതമായി എത്തിയിരിക്കുകയാണ്. അവരെങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അവർക്കൊരു പിടുത്തമില്ല. മാർക്ക് അമ്പരപ്പോടെ തൻ്റെ രണ്ട് കൈകളും ഒന്ന് ഉയർത്തി നോക്കുമ്പോൾ വലത് കയ്യിലുണ്ടായിരുന്ന ആ രക്ഷ കാണാനില്ല. മാർക്കിന് ആ സന്യാസി അണിയിച്ചു കൊടുത്ത ആ റിംഗ് ആണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ആ ബ്രേസ്ലെറ്റ് ഇല്ല. മാർക്ക് വലത് കൈയിലേക്ക് അങ്ങനെ നോക്കുന്ന കണ്ടതും ലിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ ഇവിടെ എത്തിയത് ആ ബ്രേസ്ലെറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. മാർക്കിനെ കഴിഞ്ഞ തവണ ആ 9 ക്ലിപ്സിൽ ആ കുലപതിയുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് രക്ഷിച്ചത് മാർക്കിന്റെ ഇടത് കൈയിൽ ആ സന്യാസി ഇട്ടുകൊടുത്ത ആ എല്ല് കൊണ്ടുള്ള ആ ബ്രേസ്ലെറ്റാണ്. ആ ഓരോ എല്ലും മാർക്കിന് ഓരോ പുനർജീവനം നൽകിയതാണ്. ഇപ്പൊ ഇതാ ആ വലത് കൈയിലെ ബ്രേസ്ലെറ്റ് മാർക്കിനെയും മാർക്കിനൊപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളെയും പൂർണ്ണമായും രക്ഷിച്ചിരിക്കുകയാണ്. ആ പാത്ത് ഓഫ് ഹെവനും ബുറിയൽ കേവും കൂടി ജോയിന്റ് ആയിട്ട് അവിടെ വരുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യുന്ന ആ സമയത്ത് അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ ലിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ കരുതുന്നത് നീ എന്നെ രക്ഷിച്ചു എന്നാണല്ലേ? അതേ ലിയു, അതല്ലേ ശരി? മാർക്ക്, ശരിക്കും നീ കബളിപ്പിക്കപ്പെട്ടതാണ്. ലിയു, എന്താ അങ്ങനെ പറയുന്നത്? മാർക്ക്, എന്നെ രക്ഷിക്കണമെന്ന് നിന്നോട് പറഞ്ഞത് ഒരു സന്യാസിയല്ലേ? അതെ, ഒരു സന്യാസി എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരക്കി വന്നത്. മാർക്ക്, ആ സന്യാസി ശരിക്കും നിന്നെ കബളിപ്പിച്ചതാണ്. ലിയു പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മാർക്ക്, ഞാനും ആ സന്യാസിയും ഒരേ ടീമിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ രണ്ടുപേരും അനവധി തവണ പുനർജനിച്ച ആളുകളാണ്. ഞാൻ ഒരു തവണ കൂടി പുനർജനിച്ചാൽ പിന്നെ ഞാനായിരിക്കും ഏറ്റവും ശക്തിയായ സന്യാസിനി, അല്ലെങ്കിൽ സെയിന്റുകൾക്ക് മുകളിൽ ഗോഡ് ലെവലുള്ള ഒരാളായി ഞാൻ മാറും. പക്ഷേ മാർക്ക്, നീ എന്നെ രക്ഷിച്ചപ്പോൾ എനിക്ക് നഷ്ടമായത് എൻ്റെ മരണമാണ്. ലിയു പറയുന്ന ആ വാക്കുകൾ വിശ്വസിക്കാനാവാതെ മാർക്കും ഫാറ്റിയും ലിയുവിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരാൾ മരിച്ചാൽ അയാൾ അവസാനിക്കും, അതാണ് മാർക്കിന് അറിയാവുന്ന കഥ. പക്ഷെ ഇവിടെ ലിയു പറയുന്നത്, ലിയു മരിച്ചിരുന്നുവെങ്കിൽ അവൾ പുനർജനിച്ചിനെ എന്നാണ്. ആ പുനർജനി അവളെ ശക്തിയാക്കിനെ. അവളെ ശക്തിയാകാതിരിക്കാൻ വേണ്ടി അവളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മാർക്കിനെ ചുമതലപ്പെടുത്തിയതാണ് ആ സന്യാസി. മാർക്കിന് എപ്പോഴും കാര്യങ്ങൾ അങ്ങ് വ്യക്തമായില്ല. മാർക്ക് ലിയുനോട് ചോദിച്ചു, അല്ല ലിയു, മരിക്കാൻ വേറെ ഏതെല്ലാം സമയത്ത് പറ്റും, അപ്പോഴൊക്കെയും എനിക്ക് രക്ഷിക്കാൻ പറ്റില്ലല്ലോ? മാർക്ക്, അവിടെയാണ് ആ സന്യാസിയുടെ ബുദ്ധി. മാർക്ക്, നീ കണ്ടില്ലേ പാത്തോഹവന്റെ സാന്നിധ്യം? ആ പാത്തോഹവന്റെ സാന്നിധ്യത്തിൽ ഞാൻ മരിച്ചാലേ ഞാൻ പുനർജനിക്കും. അങ്ങനെ ആ പാത്തോഹവന്റെ സാന്നിധ്യത്തിൽ ഞാൻ മരിക്കാതിരിക്കാൻ സന്യാസി നിന്നെ മനഃപൂർവ്വം അവിടെ ഇറക്കിയതാണ്. ഹേയ് ലിയു, അതെന്താ അങ്ങനെ? മാർക്ക്, ഞാനും അദ്ദേഹവും ഒരേ ടീമിന്റെ ഭാഗമാണല്ലോ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിലൊരു മത്സരമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുമാണ്. സുഹൃത്താണെങ്കിലും ആരാദ്യം ആ ശ്രേഷ്ഠ പദവിയിൽ എത്തുമെന്നുള്ളത് ഒരു വിഷയമല്ലേ? അദ്ദേഹം എത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു, ഞാൻ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു സ്റ്റെപ്പ് കൂടി മതിയായിരുന്നു. ആ സ്റ്റെപ്പിന്റെ ഏതാണ്ട് 90% ഞാൻ കടന്നപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ മരണത്തിൽ നിന്ന് വലിച്ചു മാറ്റിയത്. മാർക്ക്, ഞാൻ പാത്തോഹവനിൽ അലിഞ്ചേരാൻ പോവുകയായിരുന്നു. ആ സമയത്ത് നീ അത് ചെയ്തത്. മാർക്കിന് അത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത വിഷമം. മാർക്ക് അത്രയേ പറഞ്ഞുള്ളൂ. അപ്പോൾ ലിയു പറഞ്ഞു, മാർക്ക്, വിട്ടുകള, ഇതൊരു മത്സരമല്ലേ? സന്യാസിമാർ എല്ലാം ത്യജിച്ചവരാണ്. പക്ഷെ അവർക്ക് പോലും തലപ്പത്തേക്ക് വരാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം അയാൾക്കുള്ളതുപോലെ എനിക്കുമുണ്ട്. സാരമില്ല, ഞങ്ങൾ വീണ്ടും മത്സരിച്ചോളാം. വളരെ കൂളായിട്ട് ലിയു അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിനോടും ഫാറ്റിയോടായി പറഞ്ഞു, അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ പറഞ്ഞ ആ നിമിഷം തന്നെ ലിയു അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് മാത്രമാണ് ലിയുവിനെ യഥാർത്ഥത്തിൽ മാർക്ക് ഇതുവരെ വിലയിരുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ലിയു പെട്ടെന്ന് അപ്രത്യക്ഷമായപ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് മാർക്കിന്റെ കണ്ണുകളിലുണ്ട്. മാർക്കിന്റെ കണ്ണുകളിലെ ആ അമ്പരപ്പ് വായിച്ചറിഞ്ഞ ഫാറ്റി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഭാഗ്യം, അവൾ പോയി. ഫാറ്റി, നീ എന്താ അങ്ങനെ പറഞ്ഞ? മാർക്ക്, അതാരെന്നാ നീ കരുതിയിരുന്നത്? ഫാറ്റി, അതെന്താ നീ അങ്ങനെ പറയുന്ന? മാർക്ക്, ഞാൻ വളരെ യാദൃശ്യവശാലാണ് ഈ ബുറിയൽ കേവിൻ്റെ അടുത്ത് വെച്ച് അവളെ കണ്ടത്. അവള് നമ്മൾ വിചാരിക്കുന്ന ഒരു കഥാപാത്രമേ അല്ല, വളരെ പവർഫുള്ളാണ്. അവള് നിന്റെ അടുത്ത് പാവം പോലെ അഭിനയിക്കുന്നതാണ്. ശരിക്കും അവളെ തൊടാൻ ആർക്കും പറ്റില്ല. നമ്മൾ ചിലപ്പോൾ അവൾ അടുത്ത് നിന്നാൽ കരിഞ്ഞു പോകും. ഫാറ്റി സീതുവിന് ഒരുപാട് ആർട്ടിഫാക്റ്റുകളൊക്കെ ഉണ്ട്. സകല പ്രൊട്ടക്ഷനും ഫാറ്റിക്ക് ഉണ്ടെങ്കിൽ പോലും ഫാറ്റിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടി അടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. മാർക്ക് ആ ബുറിയൽ കേവിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ്
ശരിക്കും ഫാറ്റിക്ക് ഒരു ആശ്വാസം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ ലിയുവിനെ രക്ഷിക്കാനല്ല ഫാറ്റി മാർക്കിനൊപ്പം അകത്തേക്ക് ഓടിക്കരുത്, മാർക്കിന്റെ കൂടെ നിൽക്കാനാണ്. മാർക്കിന് ഇപ്പോൾ കഥ മനസ്സിലാവുന്നുണ്ട്. ഫാറ്റി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇനി എന്താ പരിപാടി? ഫാറ്റി, അതാണ് ഞാനും ആലോചിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓൾഡ് മാസ്റ്റർ കാങ്ങിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും അവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ച് ഓൾഡ് മാസ്റ്റർ കാങ്ങിൻ്റെ അടുത്തെത്തി. ശരിക്കും മാർക്കിനെയും ലിയുവിനെയും ഫാറ്റി സിധുവിനെയും ആ പ്രകാശം എത്തിച്ചത് ഈ ലിങ്ക് സിറ്റിക്ക് സമീപത്താണ്. അതിവേഗതയിലാണ് ആ പ്രകാശം അവരവിടെ എത്തിച്ചത്. ലിങ്ക് സിറ്റിയുടെ സമീപത്തായതുകൊണ്ട് തന്നെ അവർക്ക് ഓൾഡ് മാസ്റ്റർ കാങ്ങിന്റെ അടുത്തേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഓൾഡ് മാസ്റ്റർ കാങ്ങിന്റെ അടുത്ത് മാർക്ക് എത്തുമ്പോൾ ഓൾഡ് മാസ്റ്റർക്ക് ശരിക്കും സന്തോഷം. ഏയ് മാർക്ക്, എന്തായി? മാർക്ക് നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മാർക്ക് കാങ്ങിന് ഒരു ക്രിസ്റ്റലും അതുപോലെ ഒരു സ്റ്റോണും കൊടുക്കുകയും ചെയ്തു. രണ്ടും അമൂല്യങ്ങളായ സമ്പത്തുകളാണ്. അത് കിട്ടിയതും കാങ്ങിന് ഭയങ്കര സന്തോഷം. ഏയ് മാർക്ക്, ഇതൊന്നും എനിക്ക് വേണമെന്നില്ല, നീ സുഖമായിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഓൾഡ് മാസ്റ്റർ കാങ് പറഞ്ഞതും മാർക്ക് കാങ്ങിനോട് ചോദിച്ചു, ഓൾഡ് മാസ്റ്റർ, ഞാൻ ആ ബിരുൽ കേവിന്റെ അടുത്ത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടിരുന്നു. ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് ആ കാഴ്ച എനിക്ക് തോന്നിയത്. എന്താണ് ആ കാഴ്ചയുടെ അർത്ഥമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു സ്ത്രീ എന്നെ നോക്കുന്ന പോലെ ഞാൻ കണ്ടിരുന്നു. ആ സ്ത്രീ എനിക്ക് നല്ല പരിചയമുണ്ട്, പക്ഷേ ആരാണ് ആ സ്ത്രീ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പാത്ത് ഓഫ് ഹെവൻ അവിടെ വന്ന് ആ ബിരുൽ കേവിന്റെ ആ പൗരാണിക ശക്തിയും ആ ഓറയുമായി മിങ്കിൾ ചെയ്യുന്ന സമയത്ത് 3 പവർഫുൾ ശക്തികൾ ഒരുമിച്ച് കൂടിയിരുന്നു. ആ സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ മാർക്കിന്റെ മുന്നിലൂടെ കടന്നു വന്നിരുന്നു. ആ സ്വപ്നങ്ങളിൽ ഒന്നിലാണ് യഥാർത്ഥത്തിൽ മാർക്ക് ആ സ്ത്രീയുടെ മുഖം കണ്ടത്. പക്ഷെ ആ മുഖം ആരുടേതാണെന്ന് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ മുഖത്തിന്റെ ഉടമ മാർക്കിനെ ആ സ്വപ്നങ്ങളിൽ പെടാതെ പെട്ടെന്ന് ഉന്തി പുറത്തു തള്ളിയത് മാർക്കിന് ഓർമ്മയുണ്ട്. ശരിക്കും സ്വപ്നങ്ങളുടെ തടവറയിലേക്ക് ആ പാത്ത് ഓഫ് ഹെവനും ആ ഓറയും ആ പൗരാണിക പവറും കൂടെ ചേർത്ത് ഒരു സംഭവം ഉണ്ടാക്കിയതാണ്. ആ സ്വപ്നത്തിനകത്ത് മാർക്ക് പെട്ടുപോയാൽ മാർക്കിന് പുറത്തു കിടക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ആ സ്ത്രീ ബലമായി മാർക്കിനെ തള്ളി പുറത്തേക്ക് കളയുകയായിരുന്നു. അവരുടെ മുഖം എന്നിട്ടും മാർക്കിന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അക്കാര്യം മാർക്ക് ഓൾഡ് മാസ്റ്റർ കാങ്ങിനോട് പറഞ്ഞതും കാങ് പറഞ്ഞു, അതിന് മാർഗമുണ്ട്. ഈ സീതുവിൻ്റെ കയ്യിൽ ഒരു മിററുണ്ട്. ആ മിറർ ശരിക്കും പഴയ കാര്യങ്ങൾ കാണാൻ നമ്മളെ സഹായിക്കും. അത് കേട്ടതും സീതു ചാടി എണീറ്റു. ഏയ് ഓൾഡ് മാസ്റ്റർ, എന്തായി പറയുന്നത്? എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഹേയ് സീതു, അടങ്ങ്. ഞാൻ ഒരു അക്കാഡമിഷ്യനാണല്ലോ, വിവരങ്ങൾ ശേഖരിക്കുക എൻ്റെ രീതിയാണ്. അങ്ങനെ നിങ്ങളുടെ സീതു കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ തിരക്കി വെച്ചിട്ടുണ്ട്. സീതുവിന് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇൻഫർമേഷനാണ് ഈ കാങ് പറയുന്നത്. സീതുവിൻ്റെ കയ്യിലുള്ള രഹസ്യ ആയുധങ്ങളിൽ ഒന്നാണ് ആ മിറർ. ആ മിററിനെ കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഭവമല്ലോ. എന്നാലും സീതു അവസാനം ആ മിറർ പുറത്തെടുത്തു. ആ മിറർ പുറത്തെടുത്ത സീതു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ നിന്റെ മനസ്സിൽ കണ്ട കാര്യം ഒന്ന് മനസ്സിലേക്ക് വീണ്ടും മടക്കിക്കൊണ്ടുവരിക. അതിനുശേഷം നീ മിററിലേക്ക് നോക്കുക. സീതു പറഞ്ഞതുപോലെ മാർക്ക് ആ രംഗം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും ആ സ്ത്രീയുടെ മുഖത്തേക്കും ബോഡിയിലേക്കും ഒക്കെ മാർക്കിന്റെ ശ്രദ്ധ വരികയാണ്. അതിനുശേഷം മാർക്ക് ആ സീതു പറഞ്ഞ സമയത്ത് കണ്ണാടിയിലേക്ക് നോക്കി. ഒരു മങ്ങൽ പോലെ ആ രംഗം മാർക്ക് ഇപ്പൊ കാണുന്നുണ്ട്. മാർക്ക് കുറെ നേരം നോക്കിയിട്ടും ആ മങ്ങൽ അങ്ങോട്ട് മാറുന്നില്ല. സീതു, എനിക്കങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. മാർക്ക്, പഴയ മിററല്ലേ, പവർ പോയതാണ്. കുറെ പവർ വന്നാലേ പറ്റൂ. അത് കേട്ടതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ കൈവശമുള്ള ഒരു സ്റ്റോൺ എടുത്ത് മുന്നോട്ട് വെച്ചു. സീതു, ഈ സ്റ്റോൺ അധികം നോക്കി. കേൾക്കേണ്ട ദിവസം സീതു ആ സ്റ്റോണ് പുറത്തെടുത്ത് അതിനെ അവന് മാത്രം അറിയാവുന്ന ഒരു ആക്ടിവേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കി. ആ ആക്ടിവേഷൻ പ്രക്രിയ ഏകദേശം 4-5 മണിക്കൂർ നീണ്ടുനിന്ന് കാണും. സീതുവിന്റെ കൈവശമുള്ള എല്ലാ മാജിക്കൽ ആർട്ടിഫാക്റ്റുകളിലേക്കും ആ സ്റ്റോണിൽ നിന്നുള്ള എനർജി പതുക്കെ കയറി തുടങ്ങി. ഒരു നിശ്ചിത സമയം കഴിഞ്ഞതും സീതു മാർക്കിനെ വിളിച്ചു. മാർക്ക്, ഇനി നീ ഈ മിറർ ഒന്ന് ഉപയോഗിച്ച്. മാർക്ക് ആ മിററിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ രംഗങ്ങളൊക്കെ ഒന്നൊന്നായി കടന്നു വരികയാണ്. ആ രംഗം മാർക്ക് അവസാനം കണ്ടു. ഒരു സ്ത്രീ മാർക്കിനെ തള്ളി പുറത്തേക്ക് കളയുന്ന ആ രംഗം. പുറത്തേക്ക് തള്ളപ്പെട്ട മാർക്ക് ഫെല്ലർ തിരിഞ്ഞു നോക്കുമ്പോൾ മാർക്ക് കൃത്യമായിട്ട് ആ സ്ത്രീയുടെ മുഖം കാണുകയാണ്. ആ സ്ത്രീയെ കണ്ടതും മാർക്ക് അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഫ്ലവർ ഗ്രാനി. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.